ശിവൻകുട്ടി, ശ്രീ പന്നിയൻ രവീന്ദ്രൻ, ശ്രീ റഷീദ്, രാജീവ് കുമാർ, ടി.കെ. രാജശേഖരൻ, പത്മശ്രീ ശങ്കർ, സുധക്കുട്ടി, മധുപാൽ, പ്രദീപ് അനങ്ങാട്, സഹോദരി സുധ. ഈ ചടങ്ങിലേക്ക് പ്രദീപ് കനക്കാട് എന്നെ ക്ഷണിച്ചപ്പോൾ നേരത്തെ നിശ്ചയിച്ച ഒരു പരിപാടി പത്തനംതിട്ടയിലുള്ളതുകൊണ്ട് വരാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ ആ പരിപാടി റദ്ദ് ചെയ്യാൻ നിർബന്ധിതനായി. അതിന് എൻ്റെതായ കാരണമുണ്ട്. രാജീവ് കുമാറിനെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ തീർച്ചയായും പങ്കെടുക്കേണ്ട ഒരു വ്യക്തിയാണ് ഞാനെന്ന് എൻ്റെ മനസാക്ഷി മന്ത്രിച്ചു. ഏതാണ്ട് 50 വർഷം മുമ്പ് അന്ന് ഇരിക്കുന്ന വേദികളിൽ ആരെക്കാൾ മുമ്പ് രാജീവ് കുമാറെ പരിചയപ്പെട്ട ആളാണ് ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത്. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥി. ഞാൻ BA ക്ലാസ്സിൽ പഠിക്കുന്നു, 2ാം. അദ്ദേഹത്തിന് 15 വയസ്സ്, എനിക്ക് 18 വയസ്സ്. ഞാനിന്ന് KSU മുഖപത്രമായ കലാശാലയുടെ പത്രാധിപരാണ്. KSU മുഖപത്രം എന്ന് പറഞ്ഞാൽ അന്ന് KSUവിൻ്റെ പ്രതാപകാലം. KSU മുഖപത്രമായ കലാശാലയ്ക്ക് 60,000 സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. അന്ന് ഒരു യുവാവായാൾക്ക് കഥ എഴുതണമെന്നുണ്ടെങ്കിൽ കലാകമൽ തുടങ്ങിയിട്ടില്ല. കലാകമൽ 74-ലാണ്. മാതൃഭൂമി ലബ്ധപ്രദേശത്തിന് ആൾക്ക് എഴുതാൻ പറ്റും. മലയാള നാട് കുങ്കുമം മാത്രമേ ഉള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ ലിറ്റിൽ മാഗസിൻസ് ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം. അപ്പോൾ ഈ കലാശാലയിൽ എഴുതുക എന്നുള്ളത് യുവാക്കളുടെ അഭിലാഷമായി. പത്രാധിപരായി ചുമതലയേറ്റപ്പോൾ വളരെ, ഞാനും 18 വയസ്സുള്ള ആളാണ്, അത്ര വലിയ സാഹിത്യബോധമൊന്നുമില്ല. എങ്കിൽ പോലും എൻ്റെ മനസ്സിലൊരു അഭിവാഞ്ഛം ഉണ്ടായിരുന്നു. ഈ കലാശാലയിലൂടെ കേരളത്തിൽ ഒരു യുവതലമുറയെ വാർത്തെടുക്കണം, കഥാരംഗത്തും അതുപോലെ തന്നെ കവിതാരംഗത്തും. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഓരോ ദിവസവും കലാശാലയിലേക്ക് വരുന്ന കത്തുകൾ, അതിനകത്ത് കഥ, കവിതയൊക്കെ ഉണ്ട്. അത് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രക്രിയയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മെലിഞ്ഞ പയ്യൻ ഇപ്പോൾ ഭക്തിവിലാസത്തിന് മുമ്പിലുള്ള കലാശാലയുടെ ഓഫീസിന്റെ മുമ്പിൽ വന്ന് എന്നെ കാണുന്നു. എൻ്റെ പേര് രാജീവ് കുമാറാണ്. ഞാൻ ആർട്സ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നു. എൻ്റെ ഒരു കഥയുണ്ട്, ഇത് പ്രസിദ്ധീകരിക്കാൻ. അപ്പോൾ ഞാൻ തോളത്ത് തട്ടിയിട്ട് ഈ കഥ നോക്കട്ടെ എന്ന് പറഞ്ഞ് പത്രാധിപരുടെ ഗമയിൽ. പക്ഷേ ഞാനന്ന് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് ഈ കഥ തിരഞ്ഞെടുക്കാനുള്ള ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുകയാണ്. എൻ്റെ പ്രീ ഡിഗ്രിക്ക് അധ്യാപകനായിരുന്ന, മാർഗാനസ് കോളേജ് അധ്യാപകനായിരുന്ന ജോർജ് ഉടക്കു, യൂണിവേഴ്സിറ്റി കോളേജിൽ എന്നെ പഠിപ്പിക്കുന്ന എം കൃഷ്ണൻ നായർ, ഒഴിഞ്ഞക്കുറുപ്പ്, തിരുനെല്ലൂർ കരുണാകരൻ തുടങ്ങിയ പ്രതിഭാശാലികളായ ആളുകൾ. അങ്ങനെയുള്ള ആളുകളാണ് എൻ്റെ ഉപദേഷ്ടാക്കൾ ഈ പത്രാധിപർന്നത്. അപ്പോൾ ഞാൻ ഈ കിട്ടുന്ന കഥയെല്ലാം എൻ്റെ ഒരു പ്രാഥമിക പരിശോധനയിൽ ഞാൻ കുറെ കണ്ടെത്തുന്നു. അതിൽ നിന്ന് കിട്ടുന്ന സെലക്ട് ചെയ്ത കുറെ കൊണ്ടുപോയി ഇവരെ കേൾക്കും. അങ്ങനെ ഞാൻ സ്ഥിരമായി കൊണ്ടു കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ കഥയും കൃഷ്ണനാഥ് സാറിനെ ഏൽപ്പിച്ചു. കൃഷ്ണനാഥ് സാർ ഇടക്കാലത്ത് ആ കോളേജിൽ പോയിട്ടെങ്കിൽ പിന്നീട് യൂണിവേഴ്സിറ്റി കോളേജിനെ മടങ്ങി. കൃഷ്ണനാഥ് സാറ് വായിച്ചിട്ട് പറഞ്ഞു, ഞാനിത് എൻ്റെ കയ്യിലോട്ട് തന്നതാണെന്ന് ഞാനിവിടെ പറഞ്ഞു. അങ്ങനെ അന്ന് തെരഞ്ഞെടുത്ത കലാശാലയിൽ വന്ന സാഹിത്യകാരന്മാരുടെ കൂട്ടത്തിൽ പ്രമുഖനാണ് രാജീവ് കുമാർ. കലാശാലയിൽ അടുത്ത ലക്കത്തിൽ തന്നെ അച്ചടിച്ചു. ആ കാലഘട്ടത്തിൽ അക്ബർ ചക്കറ്റിൽ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, പായിപ്പറ രാധാകൃഷ്ണൻ, UK കുമാരൻ, ND ഹാഫിസ് മുഹമ്മദ് തുടങ്ങിയ യുവതലമുറയിൽപ്പെട്ട ആളുകളെല്ലാം, K ജയകുമാർ, CS ആയ അദ്ദേഹം കഥ എഴുതുന്നത്. അങ്ങനെ ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളർത്തിയെടുത്തു എന്ന് അഭിമാനം പറഞ്ഞു. അതായത് ആദ്യമായി ഇവരെ എല്ലാം എഴുതിച്ച ഒരാളെന്ന നിലയിൽ ശ്രീ രാജീവ് കുമാറും എന്നിലൂടെയാണ് ആദ്യമായി കഥ എഴുതുന്നത് എന്നുള്ളത് 50 വർഷം കഴിഞ്ഞ് എനിക്ക് അഭിമാനപൂർവ്വം ഓർക്കാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ് അടുത്ത വർഷം ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുമ്പോൾ തന്നെ 19-ാം വയസ്സിൽ യൂണിവേഴ്സിറ്റിയുടെ ജനറൽ സെക്രട്ടറി. അപ്പോഴും എനിക്കൊരു വലിയ ഭ്രാന്താണ്. സർഗസംവാദം എന്ന പേരിൽ ഒരു ക്യാമ്പ് നടത്തണം. മധ്യതാങ്കളിലെ ചരൽക്കുന്നാണ് കണ്ടെത്തിയത്. അങ്ങനെയാണ് ചരൽക്കുന്ന് പ്രസിദ്ധമാകുന്നത്. ചരൽക്കുന്ന് ക്യാമ്പ് സെന്റർ തുടങ്ങിയ ആ വർഷം അവിടെ പോയി കണ്ടപ്പോൾ കേരളത്തിലെ പ്രമുഖ സാഹിത്യകാരന്മാരെ മുഴുവൻ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു. തിരുവനന്തപുരത്താണെങ്കിൽ ഇവിടെ നിന്നും കേശവദേവ്, തകഴി, MT വാസുദേവൻ നായർ, ഉറൂബ്,
പിന്നെ ഈ ഇരിക്കുന്ന സരിതാ വർമ്മയുടെ പിതാവ് എൻ മോഹൻ അന്ന് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയാണ്. അന്ന് ജി വിവേകാനന്ദൻ എന്ന സാഹിത്യകാരനാണ് PRD ഡയറക്ടർ. അപ്പൊ ഞാൻ മോഹനേട്ടന്റെ കുറി ചെന്ന് ഈ വിലാസങ്ങൾ മുഴുവൻ പലതവണ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട്. അന്ന് ലളിതാംബിക അന്തർജനവും അന്ന് സരിതയുടെ കൊച്ചുകുട്ടിയാണ്. ചിലർക്ക് ഓർമ്മകൾ ഉണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. എന്നെ പോലെ ഒരാളൊന്ന് ആ വീട്ടിലെ സന്ദർശകനായിരുന്നു. അദ്ദേഹം തന്ന പേരനുസരിച്ച് ഞാൻ എല്ലാവർക്കും കത്തയച്ചു. ഒരു 3-4 മാസം പ്രൊഫഷൻ നടത്തി. അപ്പോൾ ഒരു ഇത് വന്നു, പഴയ തലമുറ മാത്രം പോരാ, പുതിയ തലമുറ വേണം. അങ്ങനെ വന്നപ്പോൾ ഡൽഹിയിൽ താമസിക്കുന്ന OV വിജയൻ, M മുകുന്ദൻ, സക്കറി, അങ്ങനെ കുറെ ആളുകൾ. പിന്നെ പുതുതായി പിന്നീട് വലിയ പ്രമുഖന്മാരായി മാറിയ ജോൺ അബ്രഹാം, KG ജോൺ, പത്മരാജൻ തിരുവനന്തപുരത്തുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ. റമന്റെ രാമകൃഷ്ണൻ അന്ന് മദ്രാസിൽ നിന്നും തിരുവനന്തപുരത്ത് പോസ്റ്റൽ സർവീസിൽ നമ്മുടെ കവിത്വാൻ ഓഫീസിൽ ജോലിക്ക് വരുന്ന സമയമാണ്. ഇദ്ദേഹം എന്ന MLA ഒന്നും ആയിട്ടില്ല. അന്ന് ഈ കുറത്തിയും കാട്ടാളനും ഒക്കെ എഴുതുന്നതിന് മുമ്പുള്ള കാലഘട്ടം. അപ്പൊ അന്ന് 2 തലമുറയിൽപ്പെട്ട ആളുകളെ സുഗതകുമാര ടീച്ചറിന് പറയാമല്ലോ. അങ്ങനെയുള്ള എല്ലാ ആളുകളും ഉൾപ്പെടുന്ന സംവാദത്തിൽ നടന്ന അതിൽ ഒരു സൂക്ഷ്മത കാണിച്ചു. അതിൽ സാഹിത്യ ക്യാമ്പിൽ പങ്കെടുക്കേണ്ട ആളുകൾ ആരായിരിക്കണമെന്ന് അപേക്ഷിച്ചപ്പോൾ ഞാൻ തന്നെ തിരഞ്ഞെടുത്ത ഒരാളാണ് M രാജീവ് കുമാർ. അന്ന് കലാപതി തുടങ്ങുന്ന അവസ്ഥ. അതുപോലെ ഇതിന് കുറച്ച് കലാപതി ലേഖനായിരുന്നു. ആദ്യം തുടങ്ങിയപ്പോൾ കലാപതി ഒരു ലേഖനായിട്ടാണ് തിരുവനന്തപുരത്ത് നെടുപടി വീട് വരുന്നത്. കലാകമതിയിൽ സംഘസംവാദത്തെ കുറിച്ചുള്ള ഒരു വായിച്ചപ്പോൾ അതിൽ രാജീവ് കുമാറിന്റെ പേര് അനുസ്മരിച്ചത് ഞാൻ ഓർക്കുന്നു. അത് കഴിഞ്ഞ് 2ാമത് കലാശാലയിൽ ഒരു കഥ എഴുതിയപ്പോൾ ചെറിയാൻ ഫിലിപ്പിന്റെ എന്റെ ശിക്ഷൻ ചെറിയാൻ ഫിലിപ്പിന്റെ പത്രാധിപത്യത്തിൽ M രാജീവ് കുമാർ എഴുതിയ കഥ യുവതലമുറയിലെ ഒരു ശ്രദ്ധേയനായ എഴുത്തുകാരൻ വളർന്നു വരുന്നു എന്ന് M കൃഷ്ണൻ നായർ സാക്ഷ്യപത്രം കൊടുത്തതും എന്റെ മനസ്സിൽ ഇപ്പോഴും ഓർക്കുകയാണ്. അതിനുശേഷമാണ് M കൃഷ്ണൻ നായരുടെ അധ്യാപകനാവുന്നു. അതിനുശേഷം M കൃഷ്ണൻ നായരെ കൊണ്ട് ഒരു വലിയ സൗഹൃദ ബന്ധം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. രാജീവ് കുമാറിനെ കുറിച്ച് M കൃഷ്ണൻ നായർ എഴുതിയ ഒരു സാധാരണ രീതിയിൽ കൃഷ്ണൻ നായർ സാർ ആരെ കുറിച്ചാണ് നല്ല എഴുതുന്നല്ല. പ്രത്യേകിച്ച് ഓർമ്മയുണ്ട്. ആ MB പത്മരാജ് MG രാധാകൃഷ്ണന്റെ ഭാര്യ MB പത്മജ രാധാകൃഷ്ണൻ അടുത്ത കാലത്താണ് തൊട്ടടുത്തുള്ള വീട് മേടയിൽ വീട്. MB പത്മജയെ കുറിച്ച് കലാശാലയിൽ ഒരു കഥയെക്കുറിച്ച് സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങിയാൽ വയ്യാത്ത അവസ്ഥയിലാണ് അപമാനിച്ചത്. അപ്പൊ അങ്ങനെ വളരെ നിശ്ചിതമായി വിമർശിക്കുന്ന M കൃഷ്ണൻ നായരുടെ തൂലികയിൽ ഏറ്റവും ശക്തമായ ഒരു അംഗീകാരം ഈ ഒരു 17 വയസ്സ് 15 വയസ്സിൽ എഴുതി തുടങ്ങി 17 വയസ്സിൽ രാജീവ് കുമാറിനെ. പിന്നീട് പലപ്പോഴും ഞാൻ രാജീവ് കുമാറിനെ കണ്ടത് ഞാൻ യൂണിവേഴ്സിറ്റികൾ എന്നെ പഠിക്കുമ്പോൾ എൻ്റെ ജൂനിയർ ആയ യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്നു. ഒന്നിച്ചും പലപ്പോഴും കോഫി ഹൗസിൽ പരിസരങ്ങളിലൊക്കെ കളിയടിച്ച് നടന്നിട്ടുണ്ട്. പിന്നീട് കാര്യമായിട്ടും പിന്നീട് കഴിഞ്ഞ ശേഷം ഗവേഷണ വിദ്യാർത്ഥി. പിന്നീട് കാണുന്ന മാധവക്കുട്ടി വീട്ടിലാണ്. 84 കാലഘട്ടത്തിൽ ഇന്ദിരാഭവൻ തൊട്ടടുത്താണ് സ്ഥാന നിലയത്തിലാണ് മാധവക്കുട്ടി താമസിക്കുന്നത്. അന്ന് AKN പ്രസിഡന്റും ഞാൻ സെക്രട്ടറി ആയിരുന്ന ഒരു കാലഘട്ടമാണ്. തൊട്ടടുത്ത് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ഞങ്ങൾ പതുക്കെ നിന്നു ആമീൻ്റെ അടുത്തേക്ക്. അവിടെ വിഭവസമൃദ്ധമായ ഭക്ഷണം തയ്യാറാക്കി ഇരിക്കും. അപ്പോൾ തൊട്ടടുത്ത മുറിയിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ അനുജൻ രാജീവ് കുമാറിനെ കാണാമായിരുന്നു. ഒരു 3-4 വർഷം അവിടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമാക്കിയിട്ടാണ്. സാധാരണ ഗതിയിൽ മാധവക്കുട്ടിയെ കുറിച്ചൊരു ഒരു പുസ്തകം എഴുതാൻ എളുപ്പകാര്യമല്ല. കാരണം ചില സമയത്ത് ഒരു മൂഡൗട്ടായിരിക്കും, ചില സമയത്ത് വളരെ സ്നേഹമായിരിക്കും. അങ്ങനെ ഒരാളെ 3-4 വർഷം നിരന്തരമായി കണ്ട് എന്നിട്ടാണ് മാത്രമല്ല വേലായുധമുള്ള സാറാണ് ഞാൻ ചോദിക്കുക. എന്തായി അദ്ദേഹത്തിന്റെ ഗൈഡ് വേലായുധമുള്ള സാറാണ്. കാര്യമുണ്ട് വേലായുധമുള്ള സാർ പറയും. അപ്പൊ വേലായുധമുള്ള 2 ആളുകളുടെ നോക്കുകയും ഗൈഡാണ്. ഒന്ന് രാജീവ് കുമാർ, ഒന്ന് കാർത്തികന്റെ ഭാര്യ സുലേഖ. കാർത്തികന്റെ ഭാര്യ സുലേഖ ജോസഫ് മുണ്ടശ്ശേരിയെ കുറിച്ചാണ് ഇത് എഴുതുന്നത്. അപ്പോൾ വേലായുധമുള്ള സാറ് 2 പേരെ കുറിച്ചും ഇവരുടെ ഇതിനകത്തുള്ള കണ്ടെത്തലിനെ കുറിച്ച് പലപ്പോഴും NBS വരാതിൽ വെച്ച് എന്നോട് പറഞ്ഞു. ഒരിക്കലായിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ രാജീവിന്റെ പുസ്തകം ഇറങ്ങി കഴിഞ്ഞാൽ അത് വലിയ ഒരു സംഭവമായിരിക്കുമെന്ന് വേലായുധമുള്ള സാറ് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഇനി ധാരാളം ഓർമ്മകൾ എന്നെ കുറിച്ച് ഉണ്ട്. ഇത് പറയുന്നില്ല, കാരണം എല്ലാവരും സംസാരിക്കണ്ടല്ലേ. അങ്ങനെ എൻ്റെ ബാല്യകാലം മുതൽ 50 വർഷത്തെ ഇടയിൽ രാജീവ് കുമാറിനെ കുറിച്ച് വളർന്ന് ഓരോ ഘട്ടങ്ങളായി പോകുമ്പോൾ രാജീവ് കുമാറിനെ ധാരാളം സ്മരണകൾ ഉള്ളതുകൊണ്ട് അത് ആദരസൂചകമായി പറയാനുള്ള ഒരു അവസരം വിനിയോഗിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ പരിപാടി കട്ട് ചെയ്ത് വന്നതെന്ന് ഞാൻ പ്രദീപിനോട് പറഞ്ഞു. എന്തായാലും എനിക്ക് വലിയ എൻ്റെ സ്വന്തം അനുജനെ ആദരിക്കാൻ കഴിഞ്ഞ ഒരു പുണ്യമുഹൂർത്തത്തിൽ
ഗിരീഷ് പുലിയൂർ ചിരിക്കുന്നു. ഗിരീഷ് പുലിയൂറിൻ്റെ ആഘോഷത്തിൽ ഞാൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം ആദരങ്ങൾ നമ്മുടെ മനസ്സിന് കുളിർമ നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരൻ്റെ ആർന്നു നിൽക്കുന്നതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് അഭിമാന മുഹൂർത്തമായി കണക്കാക്കുന്നു. ഒരിക്കൽ കൂടി കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ എൻ്റെ അനുജന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. അടുത്തായി ശ്രീ ജി ശങ്കർ. എൻ്റെ പ്രിയ സ്നേഹിതരെ, സുഹൃത്തുക്കളെ, ഈ സ്നേഹാക്ഷര കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള അനുഭവമായ സന്തോഷം, അഭിമാനം ആദ്യമായിട്ട് രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ശ്രീ രാജീവ് കുമാറിൻ്റെ സാന്നിധ്യം, രാജീവ് കുമാറിൻ്റെ ഇതുവരെ എഴുതിയിരിക്കുന്ന അർത്ഥപൂർണമായ ജീവിതം ഇത് തുടരട്ടെ എന്ന് മാത്രം, ഈ യാത്ര ഒരിക്കലും അവസാനിക്കാതിരിക്കട്ടെ, തുടരട്ടെ എന്ന് മാത്രം ആമുഖമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ. വന്നതും നേരത്തെ പ്രസംഗിച്ച ആളുകളുടെ പല പരാമർശങ്ങളിലും ഒക്കെ ഞാൻ ഓർമ്മയുടെ വഴിത്താരയിലേക്ക് തിരിച്ച് വലിച്ചിഴക്കപ്പെടുകയായിരുന്നു. ഞങ്ങളുടെ ഈ യൗവനകാലം, വിദ്യാഭ്യാസകാല യൗവനകാലമൊക്കെ തീക്ഷ്ണവും സുലഭമായിരുന്നു എന്നും ഓർത്തെടുക്കുന്ന ഒരു കാലമാണിത്. അതൊരു രമണീയ കാലം തന്നെയായിരുന്നു എന്ന് ഈ ഓർമ്മകൾ വീണ്ടും നമ്മളെ ഈ തിരിച്ച് വഴിത്താരയിലേക്ക് കൊണ്ടുവരുന്ന ഈ ഓർമ്മകൾ എത്രമേൽ പ്രിയപ്പെട്ടതാണ് എന്ന് ഞാൻ ഓർത്തിരിക്കുകയാണ്. ശ്രീ രാജീവ് കുമാറിനെ ഞാൻ ആദ്യം പരിചയപ്പെടുമ്പോൾ അക്ഷരമായിട്ടുള്ള സൗഹൃദം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് രാജീവിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. രാജീവ് ഞങ്ങളുടെ സ്കൂളിലെ ഒരു കായിക താരം മാത്രമായിരുന്നു. അക്ഷരമായിട്ട് കൂട്ട് എനിക്കറിയില്ലായിരുന്നു. പിന്നീടാണ് ഒരുപക്ഷെ രാജീവ് ശ്രീ എം കൃഷ്ണനായ സാറിൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥിയായി കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ നഭവമണ്ഡലത്തിൽ ഒക്കെ ഇറങ്ങി പോകുവാനൊക്കെയുള്ള ഒരു ഭാഗ്യം കിട്ടിയ ഒരു കാലഘട്ടമാണ് തീർച്ചയായിട്ടും രാജീവിനെ ഈ സാഹിത്യത്തിൻ്റെ 7ാം ഇന്ദ്രിയം തുറക്കുന്ന ഈ വഴിയിലേക്ക് മാറ്റിയത് എന്ന് ഞാൻ ഇന്ന് ഒരു വളരെ യാദൃശ്ചികമായിട്ടുള്ള പരാമർശത്തിനാണ്. രാജീവിൻ്റെ കഥകൾ വായിക്കാനായിട്ടൊരു കൗതുകം എന്നെ നിലനിർത്തിയത്, ഒന്ന് ഒരു വിഭ്രമാത്മകമായിട്ടുള്ള ഒരു നിർമ്മിതി, അത് വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അത് കഥയുടെ ശില്പം, ഞാനൊരു വാസ്തുശില്പിയാണെന്ന് എനിക്കറിയില്ല, കഥയുടെ ശില്പം, ബാഹ്യശില്പം, അതിൻ്റെ ഈ അന്തർഘടന, വാക്കുകളുടെ ഘടന, ഇതൊക്കെ തീർച്ചയായിട്ടും ഒരു യാത്രയ്ക്ക് എന്നെ പ്രേരിപ്പിച്ചിരുന്നു എന്ന് നന്ദിയോടുകൂടി ആലോചിക്കുന്ന ഒരു സമയം കൂടെയാണ്. ഈ അദ്ദേഹത്തിൻ്റെ ഓരോ വളരെ കൗതുകപൂർവ്വം നന്ദിപൂർവ്വം ഓർക്കുന്ന ഒരവസരം കൂടെയാണ്. ശ്രീ രാജീവിൻ്റെ ഈ മറ്റൊരു പ്രത്യേകത ഈ പ്രൊളിഫിക് റൈറ്റിംഗ് ആണ്. പ്രൊളിഫിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ചിദംബര സ്മരണകൾ ബാലചന്ദ്രൻ്റെ വായിച്ചിട്ടുണ്ട്. ദിഗംബര സ്മരണകൾ വളരെ ലളിതവും കൗതുകകരവും അതേസമയം മൂർച്ചയുള്ളതുമായിട്ടുള്ള ഒട്ടേറെ പരാമർശങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വർത്തമാനയുടെ ചിത്രങ്ങളാണ്, നമുക്ക് പ്രിയപ്പെട്ട ചിത്രങ്ങളാണ്. എഴുതിക്കൊണ്ടേയിരിക്കുന്ന ഒരു സ്വഭാവം രാജീവിനുണ്ട് എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും ഈ പുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനവേളയിലും പല ഖണ്ഡമായിട്ട് ശകലങ്ങളായിട്ടൊക്കെ വായിച്ചെടുത്ത പുസ്തകത്തിൻ്റെ അതിൻ്റെ സമാഹാരമാണ് ഇന്ന് ദിഗംബര സ്മരണകൾ എന്ന് പറഞ്ഞ് നമ്മൾ അവതരിപ്പിക്കപ്പെട്ടത്, പ്രകാശിക്കപ്പെട്ടത്. രാജീവിനെ വ്യക്തിപരമായിട്ട് ഞാൻ നേരത്തെ നന്ദിപൂർവ്വം ഓർക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ മാധവിക്കുട്ടിയുടെ ഈ പല തലത്തിലുള്ള വായന, അത് എനിക്ക് സാധ്യമാക്കിയത് രാജീവ് തന്ന ചില സഹായത്തിലൂടെയാണ്. മാധവിക്കുട്ടിയുടെ സമ്പൂർണ്ണ കഥകൾക്ക് അവതാരം എഴുതിയ രാജീവാണ്. രാജീവിൻ്റെ എനിക്കൊന്ന് മലയാളം തീസിസ് മാധവിക്കുട്ടിയുടെ തീർച്ചയായിട്ടും നമുക്ക് കരുതാവുന്ന. മാധവിക്കുട്ടി മാത്രമല്ല, നമ്മുടെ ഈ സാഹിത്യ വിമർശനം, നമ്മളുടെ മനസ്സിനകത്ത് വിഗ്രഹമായിരുന്ന, ഇപ്പോഴും വിഗ്രഹമായിട്ട് തന്നെ തുടരുന്ന എം പി നാരായണപിള്ള പിടിക്കപ്പെടുന്നു എന്ന് വളരെ നാളുകൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയൊരു ലേഖനം പ്രകമ്പനം സൃഷ്ടിച്ച ഒരു ലേഖനമാണ്. അതേപോലെ എൻ പി ശങ്കുണ്ണൻ നായർ ഈ ടി പത്മനാഭനെ പറ്റി പറഞ്ഞ ഒരു പരാമർശമുണ്ട്. ലോകോത്തര, സ്വയം പത്മനാഭൻ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ലോകോത്തര കഥകൾ എഴുതുന്ന ഒരാളാണെന്ന് എൻ പി ശങ്കുണ്ണൻ നായർ ഈ പത്മനാഭൻ്റെ കഥകളെപ്പറ്റി ഉദാഹരിച്ച് പറയുമ്പോൾ
അങ്ങനെ സ്വയം വിശ്വസിക്കുന്ന ഒരു കഥാകാരനാണ് ഈ ടി പത്മനാഭൻ എന്ന ഒരു പരാമർശം നമ്മുടെ സാഹിത്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള രാജീവ് കുമാറിൻ്റെ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ദർശനവും നിദർശനവും ഒക്കെ തന്നെ അതും അന്ന് മലയാള സാഹിത്യ രംഗങ്ങളിലൊക്കെ വലിയ ചർച്ചയ്ക്ക് കാരണമായി എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭ, സാഹിത്യ വിമർശനത്തിൻ്റെ കാര്യം, സാമൂഹ്യ വിമർശനത്തിൻ്റെ കാര്യം, ഈ ദിഗംബരസ്മരണ മുഴുവൻ സാമൂഹ്യ വിമർശനത്തിൻ്റെ ചില നുറുങ്ങ പരാമർശങ്ങളാണ്. തീർച്ചയായിട്ടും അത് കൗതുകകരമാണ്. നമുക്ക് മറ്റൊരു വളരെ ലളിതമായിട്ട് വായിച്ചുകൊണ്ട് പോകുന്ന ഒരു ഭാഷയും വാക്കുകളുടെ ഞാൻ ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഷ ആശാമേനോനിലൊക്കെ ആണെങ്കിൽ തന്നെ ഈ രാജീവ് കുമാറിൻ്റെ കഥകളെ പറ്റി ഈ സമ്പൂർണമായിട്ട് സമാഹരിച്ച ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിൻ്റെയും എൻ്റെയും ഒക്കെ സുഹൃത്തായിരുന്ന PS പ്രദീപ് വാക്കുകളുടെ വിരാട് രൂപം എന്നൊക്കെ പറഞ്ഞിട്ടൊരു വളരെ ബൃഹത്തായൊരു പഠനമുണ്ട്. നമ്മുടെ വാക്കുകൾ, ആ പഠനം എനിക്ക് ഇതുവരെ ഞാൻ പലതവണ വായിച്ചു നോക്കിയിട്ട് എനിക്ക് സത്യം പൂർണ്ണമായിട്ട് എനിക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. ലളിതമായിട്ട് പറയുകയും ഈ വാക്കുകൾ ചേക്കേറുന്ന എവിടൊക്കെയാണെന്ന് നമുക്കറിയാത്ത രീതിയിൽ അത്രയും ഒരു മനോഹരമായ യാത്രയ്ക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് എൻ്റെ ഒരു അനുഭവ സാക്ഷി. അങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ സാഹിത്യ അഭിരുചികളെ, എൻ്റെ വഴികളെ ദീപ്തമാക്കിയ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ രാജീവ് കുമാർ, അദ്ദേഹത്തെ തിരുവനന്തപുരം നഗരി സ്നേഹിക്കുന്നവർ ഇത്രയും വലിയൊരു സമ്പന്നമായ സദസ്സ് തന്നെ ആയിരുന്നു സാക്ഷ്യമാണ്. ആ സ്നേഹാക്ഷരങ്ങൾ കൊണ്ട് നമ്മളുടെ വഴിയെ ദീപ്തമാക്കിയ ശ്രീ രാജീവ് കുമാർ, താങ്കളുടെ യാത്ര ഇനി തുടരട്ടെ. ആ യാത്ര ഒരിക്കലും അവസാനിക്കാതിരിക്കട്ടെ. അവസാനം വരെ ഈ എഴുത്തിൻ്റെ അക്ഷരങ്ങളുടെ ലോകത്തിലേക്ക് അവരുമായിട്ടുള്ള സൗഹൃദത്തിൽ കഴിയുക, അതിൻ്റെ ലേശം മാധുര്യം ഞങ്ങൾക്കും കൂടെ പങ്കുചേരുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. അടുത്തായി ശ്രീ PK രാജശേഖരൻ. രാജീവ് കുമാറിനെ മിക്കവാറും ഏറ്റവും അവസാനം പരിചയപ്പെട്ട ആൾ ഞാനായിരിക്കാനാണ് സാധ്യത. എൻ്റെ വ്യക്തിപരമായ ഓർമ്മകൾ എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരത്തെ എല്ലാവരുടെയും വിദ്യാഭ്യാസം പോലെ രാജീവ് കുമാർ പഠിച്ച അതേ പാറ്റേണിലാണ് ഞാനും പഠിച്ചത്. ആർട്സ് കോളേജിൽ, യൂണിവേഴ്സിറ്റി കോളേജിൽ, പിന്നെ കാര്യവട്ടം. രാജീവ് കുമാർ കാര്യവട്ടല്ല, യൂണിവേഴ്സിറ്റി ലൈബ്രറി അല്ലേ? അതേ കാര്യവട്ടം തന്നെയായിരുന്നു. അതന്നെ. അപ്പം എൻ്റെ ഒരു പാറ്റേൺ അതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ MA യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുമ്പോഴാണ് അപ്പോഴും നമ്മുടെ ഈ ചെറുപ്പക്കാരായ ഈ സാഹിത്യ കുതുകികളുടെ എഴുത്തിനിടയിൽ ഒരു വലിയ ആവേശം രാജീവ് കുമാറിൻ്റെ കലണ്ടർ പുസ്തകം, കഥാസമാഹാരം. അന്ന് അങ്ങനെ ചെറുപ്പക്കാരായ കഥാകൃത്തുക്കളുടെ കഥാസമാഹാരങ്ങളൊന്നും പ്രസിദ്ധീകരിക്കുന്ന കാലമല്ല. അപ്പോൾ കലണ്ടർ എന്ന് പറഞ്ഞാൽ വളരെ യങ്ങായ ഒരു റൈറ്ററുടെ കലണ്ടർ, അത് നമുക്കെല്ലാം പരിചയമുള്ള ഒരു എഴുത്തുകാരൻ്റെ കലണ്ടർ എന്ന് പറഞ്ഞാൽ കഥാസമാഹാരം വരുന്നു. അത് ഞങ്ങളുടെ ഇടയിലൊക്കെ, വിദ്യാർത്ഥികളുടെ ഇടയിലൊക്കെ വലിയ വാർത്തയായി. പിന്നെ എനിക്ക് രാജീവ് കുമാറിനെ കുറിച്ചുള്ള ഏറ്റവും ഈ പ്രസംഗ ഭാഷ പറഞ്ഞാൽ ദീപ്തമായ സ്മരണം. ആ യൂണിവേഴ്സിറ്റി കോളേജിലെ പട്ടിണിക്കാലത്ത് രാജീവ് കുമാർ ആകാശവാണി ജോലിയും ഇടയ്ക്ക് അവിടെ പ്രത്യക്ഷപ്പെട്ടും മസാല ദോശ വാങ്ങിച്ചു തന്നിട്ടുണ്ട് എന്നുള്ള അതിനുള്ള ഒരു കടപ്പാട് ഞാനിപ്പോൾ രേഖപ്പെടുത്തും. പിന്നെ രാജീവ് കുമാറിൻ്റെ കുറച്ച് നാൾ ഞാൻ രാജീവ് കുമാറിൻ്റെ ഒരു വിഘ്നേശ്വരനായിരുന്നു. രാജീവ് കുമാർ മാധവിക്കുട്ടിയുടെ കഥകൾ മുഴുവൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് മാധവിക്കുട്ടിയുടെ മുഴുവൻ കഥകളും മാതൃഭൂമി പ്രസിദ്ധീകരിച്ചത് ഒറ്റ വോള്യമായി പ്രസിദ്ധീകരിച്ചു. ഒറ്റ വോള്യമായിരുന്നു, 2 വോള്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് രാജീവ് കുമാർ ആയിരുന്നു എൻ്റെ എഡിറ്റർ. അതിൻ്റെ എഡിറ്ററിന് മാത്രമല്ല, പല കഥകളും ഒന്നും കിട്ടാനില്ല. പഴയ ഫസ്റ്റ് എഡിഷൻ ഇറങ്ങിയ പല പുസ്തകങ്ങൾക്കും പിന്നീട് എഡിഷൻ വന്നിട്ടില്ല. അപ്പോൾ ആ പുസ്തകങ്ങൾ ഇങ്ങനെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ നിന്നും മറ്റും തപ്പിയെടുത്ത് അന്ന് പകർത്തി എഴുതണം. ഫോട്ടോസ്റ്റാറ്റ് ഇല്ല, ഫോട്ടോ എടുക്കാൻ വഴിയില്ല, മൊത്തം കഥ പകർത്തി എഴുതിയേ പറ്റും. അന്ന് രാജീവ് കുമാറിൻ്റെ മാധവിക്കുട്ടിയുടെ കഥകൾ മുഴുവൻ പകർത്തി എഴുത്തായിരുന്നു എൻ്റെ പ്രധാന വ്യാപാരം. ഇടയ്ക്ക് രാജീവ് കുമാർ അതൊരു ലേഖനത്തിൽ ഈ അന്ന് പകർത്തി എഴുതിയ ആളുകളുടെ ഒരു ലിസ്റ്റ് കൊടുത്ത്, എന്നാലും അതിന് ഏറ്റവും നല്ല കയ്യച്ചത് എൻ്റെ എന്നൊരു സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഓർമ്മകളാണ്. പിന്നെ ആകാശവാണി സ്മരണകളൊന്നും ഞാൻ പറയുന്നില്ല. രാജീവ് കുമാറിനോട് എനിക്ക് വലിയ ആകാശവാണി കച്ചവടം ഇല്ലായിരുന്നു. എങ്കിലും രാജീവ് കുമാറുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ സംസാരിക്കും. അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ സംസാരിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഒരു പൊതുവിജ്ഞാനാർജനത്തിൻ്റെ ഒരു അടിസ്ഥാനം രാജീവ് കുമാറാണ്. അത് ഈ പ്രത്യേകിച്ച് ദിഗംബര സ്മരണകൾ വരെയും
മറ്റേ കളം ന്യൂസിൽ അത് എഴുതുകയൊക്കെ ഇത് അയച്ചു തരുമ്പോൾ ഇത് കൃത്യമായിട്ട് വായിക്കുകയും ഞാൻ ചിലപ്പോൾ എൻ്റെ സംശയങ്ങൾ പലതും തീർക്കാനായിട്ട് രാജീവ് കുമാറിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചത് കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ചെന്തോ ഒരു സംശയിച്ചു അതെങ്ങനെ അത് സംഭവിച്ചത് എന്ന് പറഞ്ഞപ്പോൾ രാജീവ് കുമാർ വിശദമായിട്ട് ഇങ്ങനെ രസകരമായ പല സംഭവങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ ദിഗംബര സ്മരണകൾക്കുള്ളൊരു വലിയ പ്രത്യേകത ഇത് നമ്മുടെ ഒരു സമാന്തര സാഹിത്യ ചരിത്രവും സമാന്തര സാമൂഹിക ജീവിത ചരിത്രവും സാധാരണഗതിയിൽ എഴുതപ്പെടാതെ പോകുന്ന വിവരങ്ങൾ എപ്പോഴും പുസ്തകങ്ങളിൽ എഴുതുക മഹത്തായതെന്ന് പറയുന്ന വിവരങ്ങളോ വളരെ സൈദ്ധാന്തികമായ കാര്യങ്ങളോ ഒക്കെയായി സാധാരണ ഏറ്റവും ലളിതവും ലഘുവും എന്ന് കരുതുന്ന ഈ ചെറു നറേറ്റീവുകൾക്ക് ചെറിയ ആഖ്യാനങ്ങൾക്ക് പൊതുവെ വലിയ സ്ഥാനം ഉണ്ടാകാറില്ല. മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തിലെ കാര്യങ്ങൾ വലിയ ആളുകളുടെ തന്നെ മറ്റ് ചില വശങ്ങൾ അങ്ങനെ ലൈഫ് റൈറ്റിംഗ് എന്ന ഒരു പുതിയ ശാഖ തന്നെ ഇന്ന് വികസിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ജീവിതമെഴുത്തിൻ്റെ ഒരു വികസിത മാതൃകയാണ് അല്ലെങ്കിൽ ഒരു അപൂർവ മാതൃകയാണ് ദിഗംബര സ്മരണകൾ എന്ന പുസ്തകം പല ഭാഗങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇടയ്ക്ക് ഞാൻ എന്തോ രാജകുമാറിന് ഒരു സംശയം ഇതിൻ്റെ കാര്യം പറയാൻ വിളിച്ചത് രാജകുമാർ അത് അതിൻ്റെ ഇത്രാമത്തെ വോള്യത്തിലാണ് ഉള്ളതെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ആ വോള്യം കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അത്രയും വോള്യം ഉണ്ടെന്നും എനിക്ക് അറിഞ്ഞുകൊണ്ട് ഇപ്പം ലൈഫ് റൈറ്റിങ്ങിന് കൊടുത്ത ഒരു വലിയ പ്രാധാന്യമാണ് ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം. മാത്രമല്ല 50 കൊല്ലമായി ഒരാൾ എഴുതുന്നു എന്നുള്ളത് നിസ്സാരമായൊരു കാര്യമല്ല. അത് പിന്നെ ഓരോ പ്രത്യേക കാലഘട്ടത്തിനും ഒരു വശമുണ്ട്. ഓരോ കാലത്തും ഈ വൻമരങ്ങളുടെ നിഴലിൽ പെട്ടുപോയാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതൊക്കെ എല്ലാ തലമുറയിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. അതിന് എഴുത്തിലൊരു ഭാഗ്യത്തിനുണ്ട്. ചില കട്സ് പീരീഡുകൾ വരും, അപഹാര സന്ദർഭങ്ങളുണ്ട്. ഒരു രാശി അങ്ങോട്ട് അവസാനിച്ച് അടുത്ത രാശി തുടങ്ങുന്നതിനുള്ള ആ അപഹാര സമയം എന്ന് പറയുന്നത് ഒരു ബൂളിയൻ വൃത്തത്തിൽ നമ്മൾ അകപ്പെട്ടു പോകും. അങ്ങനെ രണ്ടെണ്ണം കൂടി കല്ലുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു ബൊറോമിയൻ റിംഗ് പോലുള്ള ഒരു സ്ഥലം വരും. 2 രാശിചക്രങ്ങളിടയിൽ ആ അപഹാര സമയത്ത് അത് വൻമരങ്ങളുടെ നിഴലിൽപ്പെടുന്ന എഴുത്തുകാരൻ അത് രാജീവ് കുമാർ ഉൾപ്പെടെയുള്ള തലമുറയിൽ ഒട്ടേറെ പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് അവരെഴുതി തുടങ്ങുന്ന സമയത്ത് ആധുനികരായ എഴുത്തുകാർ പ്രഖ്യാതരായി തുടങ്ങുന്നു, അവർ എസ്റ്റാബ്ലിഷ്ഡായി. അതേസമയം തന്നെ അതിനു മുമ്പുള്ള നേരത്തെ പല്ലിൻ്റെ നിന്നൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് വലിയ എഴുത്തുകാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വലിയ എഴുത്തുകാർ എന്ന് പറയുന്ന റിയലിസ്റ്റുകളും അതേ ശക്തിയോടെ നിലനിൽക്കുന്നു. ഇങ്ങനെ 2 അതിശക്തങ്ങളായ ധാരകൾ നിലനിൽക്കുന്ന സമയത്ത് പുതിയ ചെറുപ്പക്കാർക്ക് അതായത് ആധുനികതയ്ക്കകത്തെ ആധുനികതയ്ക്ക് രക്ഷപ്പെടുക അത്ര എളുപ്പമായിരുന്നില്ല. എന്നിട്ടും ആ കാലത്ത് ഏറ്റവും പ്രത്യാശ ഉണർത്തിയ എഴുത്തുകാരൻ ഒരാളായിരുന്നു രാജീവ് കുമാർ. ഞങ്ങളുടെ കോളേജ് കാലത്ത് നമ്മളന്ന് കോളേജ് മാഗസീനുകളിൽ വന്ന ഏറ്റവും മികച്ച കഥയായിട്ടാണ് മതിലിന് മുകളിലൂടെ വന്ന ഒടുവിലത്തെ പന്ത് എന്ന കഥ ഒരുപാട് കാലം ഞങ്ങളുടെ ക്യാമ്പസ് പുറത്തങ്ങളിൽ അന്നത്തെ ലിറ്റിൽ മാഗസിൻ സർക്കിളുകൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. അങ്ങനെ രാജീവ് കുമാറിനെ കുറിച്ച് ഒരുപാട് മധുര സ്മരണകൾ ആളുകൾ പങ്കുവച്ചു. എൻ്റെ ഈ സ്മരണ ഞങ്ങളുടെ ആ ചെറുപ്പം എൻ്റെ കൗമാര അന്ത്യത്തിൽ അല്ലെങ്കിൽ യൗവനാരംഭ ദിശയിൽ ഞങ്ങൾക്കൊരു റോൾ മോഡൽ പോലെ അതൊരു മിടുക്കനായിട്ടാണ് ഞങ്ങൾ കണ്ടിരുന്നത്. ആകാശവാണി ജോലിയുണ്ട്, അന്നൊന്നും ജോലി കിട്ടലൊന്നും എളുപ്പമല്ലല്ലോ. അങ്ങനെയൊന്നും ജോലിയൊന്നും കിട്ടുകയില്ല. അപ്പോൾ രാജീവ് PhD ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് PhD ചെയ്യണം, സാഹിത്യ ഗവേഷണം ഇത്തരം കാര്യങ്ങളിലൊക്കെ എനിക്ക് വലിയ മോഹങ്ങളൊക്കെ ഉണ്ടാക്കിയത് രാജീവ് കുമാർ ചെയ്യും, ഇതുപോലെ കൊള്ളാലോ പരിപാടി എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ 50ാം വാർഷികത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. എന്നെക്കാളും സീനിയറായ അദ്ദേഹത്തിൻ്റെ പഴയ സുഹൃത്തുക്കളാണ് ഇവിടെ കൂടുതലുള്ളത്. എല്ലാവരെയും ഒരുമിച്ച് കാണാനുള്ള ഒരവസരം കൂടിയാണ്. എന്തായാലും ഇതിങ്ങനെ സംഘടിപ്പിക്കാനൊക്കെ ഉത്സാഹത്തിൽ നിന്ന എൻ്റെ പ്രിയ സുഹൃത്ത് പ്രദീപ് പനങ്ങാടിനെ കൂടി ഞാൻ അഭിനന്ദിക്കുന്നു. രാജീവ് കുമാർ എന്നോടത് പറഞ്ഞില്ല, രാജീവ് കുമാർ വിളിച്ചിട്ടുമല്ല ഞാൻ വന്നത്. അപ്പോൾ അതൊരു ഔചിത്യമാണോ? ചിലപ്പോൾ അതായിരിക്കും ഒരു അന്തസ് അല്ലേ? അപ്പോൾ എൻ്റെ സഹപാഠിയും സുഹൃത്തെ പ്രദീപ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ എനിക്ക് എത്താൻ പറ്റൂലായിരുന്നു. ഞാൻ ഈ പ്രദീപ് പറഞ്ഞ ഒറ്റപ്പേര് രാജീവ് കുമാർ ആയതുകൊണ്ടാണ് ഞാൻ ബഹുദൂരം സഞ്ചരിച്ച് ഓടിപ്പിടച്ചുള്ള എത്തിയതുകൊണ്ടാണ് ഞാൻ വൈകിപ്പോയത്. അതിൽ എന്നോട് ക്ഷമിക്കണം. എല്ലാവർക്കും നമസ്കാരം. രാജീവ് കുമാറിൻ്റെ എഴുത്ത് ഉത്തരോത്തരം മുന്നോട്ട് പോകട്ടെ. ആക്രമണോത്സുകത ഒട്ടും കുറയ്ക്കേണ്ടതും ഇല്ല. അതിനോട് പ്രിയപ്പെട്ടവരെ, രാജീവ് കുമാറിനെ ഏറ്റവും അവസാനം പരിചയപ്പെട്ടത് PK രാജശേഖരനാണെന്നല്ല, ഞാനാണ്. ഞാനൊരു തമാശപ്പെട്ട് തന്നെ പറഞ്ഞത് വേറെ ഒന്നുമില്ല. കാരണം സെയിം ഫീൽ എനിക്കുണ്ടെന്ന്. കാരണം തിരുവനന്തപുരത്ത് 90-ൽ ഞാൻ വന്നതാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് താമസിച്ചു പോയിട്ടുണ്ട്. ഇവിടെയുള്ള ഓരോ ഇടത്തെക്കുറിച്ചും ഇതിൻ്റെ ചരിത്രപരമായ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ദിഗംബര സ്മരണകൾ എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ നിരൂപണത്തിൻ്റെ ഭാഗമായി കലണ്ടറിനകത്ത് ചിലപ്പോൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം
അദ്ദേഹം എഴുതിയിട്ടുള്ള പല കഥകളിലും ഈ അവസ്ഥകൾ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പം പല സമയങ്ങളിലും രാജീവിനോട് വിളിച്ച് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് തന്നെ എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചും ഞാൻ എനിക്കറിയാത്ത ചില കാര്യങ്ങൾ, കണ്ണൂരിലുള്ള എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ രാജീവിനോട് ചോദിച്ചിട്ടുണ്ട്. കാരണം രാജീവ് അത് എഴുതിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. രാജീവ് എഴുതുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ രാജീവിൻ്റെ 50 വർഷത്തെ കഥാ ജീവിതത്തെക്കുറിച്ചോ ഒന്നുമല്ല. എന്നെ സംബന്ധിച്ചോളം രാജീവ് എന്നൊരു വ്യക്തിക്ക് എനിക്ക് കൊടുക്കുന്നത് ആകാശവാണിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യമാണ്. കാരണം ആകാശവാണി എപ്പോഴും നേരത്തെ പതിനഞ്ചാവ് പറഞ്ഞതുപോലെ ഈ ആകാശവാണിയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. കാരണം നമ്മളുടെ പേര് ആകാശവാണിയിൽ പറയുക എന്നുള്ളത് ഞാനത് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. പലപ്പോഴായിട്ട് ആകാശവാണിയിലേക്ക് കത്തുകൾ എഴുതിയിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം ആകാശവാണിയിൽ നമ്മുടെ പേര് പ്രക്ഷേപണം ചെയ്യുമ്പോൾ അത് കേൾക്കാനുള്ളൊരു കൗതുകത്തിൻ്റെ ഭാഗമായിട്ട് രാജീവ് പല സമയങ്ങളിലായിട്ട് ഈ തിരുവനന്തപുരത്ത് വന്ന കാലത്ത് പല സന്ദർഭങ്ങളിലും എനിക്ക് ഈ ആകാശവാണിയിൽ എൻ്റെ ശബ്ദത്തിന് വേണ്ടി എനിക്ക് പങ്കെടുക്കാൻ കഴിയുന്നത് നാടകമായിട്ട് ആദ്യമായിട്ട് കാരണം റേഡിയോ നാടകങ്ങൾ സജീവമായിട്ട് നിന്നിരുന്നൊരു കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. പക്ഷെ ആ റേഡിയോ നാടകത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നൊരു വലിയ ഒരു ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പം അത്തരം ആഗ്രഹങ്ങൾ സാധിച്ചതിന് 2 പ്രാവശ്യം ഞാൻ രാജീവിൻ്റെ നാടകത്തിൽ ശബ്ദം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരു ഭക്തിവിലാസം എന്ന് പറയുന്ന ഇപ്പോൾ എഴുതുന്ന നോവലടക്കം ഈ ആ ആകാശവാണിയുടെ സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലുകയും അവിടെയുള്ള അവസ്ഥകൾ കാണുകയും ജീവിതം എന്തെന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്തൊരു ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് രാജീവ് എന്നൊരു വ്യക്തി ഒരു സൗഹൃദത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ചെയ്തു തന്നൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. കാരണം നമ്മൾ പറയുന്ന വാക്കുകൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു വളരെ എന്ത് പറയണം എന്ത് പറയരുത് എന്ന് പറയുന്നതിന് തുല്യമായിട്ട് വളരെ സജീവമായിട്ട് യാതൊന്നിനെയും ഭയമില്ലാതെ, അങ്ങനെയാണ് ഞാൻ എപ്പോഴും രാജീവിനെ കാണുന്നത്, ഒരു ഭയവുമില്ലാതെ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന തരത്തിലേക്കുള്ളൊരു എഴുത്ത് രാജീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തോടുള്ള എൻ്റെ ബഹുമാനം. കാരണം നേരത്തെ പ്രതിസാവ് പറഞ്ഞത്, കാരണം ഇപ്പോൾ എഴുതുന്നതെല്ലാം ഏതെങ്കിലും കൃത്യമായി ഏതെങ്കിലും ഭാഗത്തിൻ്റെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ചില കളികളാണ്. അത്തരം യാതൊരുവിധ ടച്ചസിലും പെടാതെ കൃത്യമായിട്ട് എനിക്കിത് പറയാനുണ്ട് എന്ന് തോന്നിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞ കുറേ നാളുകൾ കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള കളർ ന്യൂസിലെ എഴുത്ത് ഒരു വലിയ തോതിൽ ഈ പറയുന്നതിന് ഉറപ്പുള്ള അത് അർത്ഥമുള്ള ഒരു കാര്യമാക്കി മാറ്റാൻ രാജീവ് ചെയ്യുന്നത്. കാരണം എനിക്കൊന്ന് കലണ്ടറും തീർച്ചയായിട്ടും പുസ്തകം കണ്ടു ബുക്കായിട്ടില്ല, അതും തീർച്ചയായിട്ടും ഇതേപോലെ അത് ഓക്കെ. അപ്പോൾ അത് പേര് മാറ്റിയിട്ടുണ്ട്. അപ്പം കലണ്ടർ ശരിക്കും ഭയങ്കര രസകരമായിട്ട് സംബന്ധിച്ചിട്ടുണ്ട്. അതിലൊരു ദിനസരിക്കുറിപ്പ് പോലെ ചെയ്തില്ലേ. ഇനി ഒരു സൂര്യപ്രകാശ് കഥകൾ കൂടി അതുകൂടെ ഉണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം നമ്മൾ വായിക്കപ്പെട്ടിട്ടുള്ളത് ഈ എല്ലാ ദിവസവും നമുക്ക് കിട്ടുന്ന ഈ ഒരു വാട്സപ്പ് സന്ദേശം എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. എല്ലാ ദിവസവും ഇത്തരം രീതിയിൽ എഴുതാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഈ 50 വർഷവും അദ്ദേഹത്തെ നിലനിർത്തുന്നത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ സത്യമുള്ളതാണ്. ആ സത്യം നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നും നിരന്തരമായ എഴുത്ത് നമുക്കൊരു പ്രചോദനമാകണം, വായനക്കാർക്കും അത് ഉണ്ട് എന്നുള്ള പ്രത്യാശയോടുകൂടി അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. പ്രിയമുള്ളവരെ, അത്യധികം ആത്മഹർഷത്തോടെയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. കാര്യം രാജീവിൻ്റെ പുസ്തകം ഏറ്റുവാങ്ങുക എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വില പിടിച്ച നിമിഷങ്ങൾ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതാണ്ട് 42 വർഷം ആയി ഞങ്ങളുടെ സൗഹൃദം. ഒരിക്കലും ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ നിരന്തരം കണ്ടോ ഉള്ള ഒരു ബന്ധം എനിക്കും രാജീവിനും ഇടയിലില്ലെങ്കിലും പരസ്പരം അറിയാം എന്നുള്ളതാണ് നിലനിൽക്കുന്ന ഒരു സത്യം. രാജീവ് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ വന്ന് MA മലയാളം ക്ലാസ്സിൽ ചേരുന്ന ദിവസം തന്നെ എൻ്റെ സഹോദരനാണ് എന്നെ രാജീവിനെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ രാജീവിനെ വായിച്ചറിവ് മാത്രം ഉണ്ടായിരുന്ന ഒരാളെ കാണുക. യൂണിവേഴ്സിറ്റി കോളേജിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ONV സാറ്, നബീസ ഉമ്മൾ ടീച്ചർ,
മിനേന്ദ്ര സാറ്, ബി രാജീവൻ സാറ്, അങ്ങനെ സമൃദ്ധമായിരുന്നു. ഏറ്റവും എന്താ പറയുന്നത്, എത്ര പൊലിമയോടെ ഉണ്ടായിരുന്ന ഒരു കാലത്താണ് ഞാൻ അവിടെ എത്തുന്നത്. അന്നാണ് രാജീവ് എൻ്റെ തൊട്ട് സീനിയറായിട്ട് പഠിച്ചു. രാജീവ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടും രാജീവ് ഈ മഴ പെയ്തിട്ടും പിന്നെ മരം പെയ്യുന്ന പോലെ അവിടെയൊക്കെ തന്നെ വരുമായിരുന്നു. കാര്യം എപ്പോഴും രാജീവിന് ചുറ്റും ഒരു ആരാധക വൃന്ദം എപ്പോഴും ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാനും ഗവേഷണ വിദ്യാർത്ഥിയായി കാര്യവട്ടത്തെത്തി. ഞങ്ങൾ രണ്ടുപേരും, എനിക്കൊന്ന് പി വി സാറിൻ്റെ കീഴിൽ തന്നെ ഞാനും എൻ്റെ ഗവേഷണം ആരംഭിച്ചു. ആ കാലത്തും യൂണിവേഴ്സിറ്റി ലൈബ്രറിയാണ് ഞങ്ങളുടെ ഒരു സ്ഥിരം താവളം. എൻ്റെ ഒപ്പം പഠിച്ച പലരും ഇവിടെ ഉണ്ട്, എല്ലാവർക്കും അറിയാം. അന്ന് രാജീവിൻ്റെ കുടുംബമൊക്കെ ഇവിടെ ഉണ്ട്. എന്നാലും ഞാൻ പറയാം, ഇത്രയധികം ആരാധികമാരുള്ളൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ലെന്ന്. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും എൻ്റെ ഭർത്താവിനോട് എന്ന് പറയും, രാജീവിൻ്റെ ചുറ്റും. അപ്പോൾ രാജീവ് ഇവരെല്ലാം ഇങ്ങനെ സാഹിത്യ തൽപരരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ പോലും ഒരു വരി പോലും എഴുതിയില്ലെന്നുള്ളത് വേറെ കാര്യമുണ്ട്. അവർ ചിരിക്കുന്നു, അവർക്കറിയാം. പലരും ആ കൂട്ടത്തിലുണ്ട്. അപ്പം ഞാൻ തെല്ല അസൂയോട് ഞാൻ നോക്കി നിൽക്കും, എന്താണ് ഈ മനുഷ്യൻ്റെ ഇത്രയും വലിയൊരു ആകർഷണം എന്ന്. അത് രാജീവിനെ കുറിച്ച്, രാജീവ് ഇതെല്ലാം കൂടെ കേട്ട് ഈ 2:30 മണി തൊട്ട് തുടങ്ങിയ ഈ സ്തുതികൾ കേട്ട് രാജീവ് ഒരിക്കലും അതിന് വശപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അത് നല്ല വെള്ളപ്പാച്ചിലുള്ള ഒരു ഒരു ഒഴുക്ക് പോലെയാണ് രാജീവ്. ഈ സ്തുതിവചനങ്ങളൊക്കെ അതിൻ്റെ മേലെ വീണ് അവൻ ഒഴുകിപ്പോകും. രാജീവിൻ്റെ അരവുള്ള പേനയുമായിട്ട് ആരെയൊക്കെ മുറിപ്പെടുത്തണം, എവിടെ അധമമായ ഒരു പ്രവൃത്തി കാണുന്നു അവിടെയൊക്കെ രാജീവിൻ്റെ പേന സജീവമായിട്ടുണ്ടാകും. ഞാനൊക്കെ എഴുത്ത് നിർത്തിയത് പേടിച്ചിട്ടാണ്. കാര്യം എന്തെങ്കിലും മോട്ടിച്ചൊരെണ്ണം ഇട്ടാൽ രാജീവ് പിറ്റേന്ന് അത് പൊക്കിയിരിക്കും. എന്നിട്ട് എന്നെ കാണുമ്പോഴൊക്കെ സുധക്കുട്ടി എഴുതുന്നില്ലെന്നൊരു പരാതി. അപ്പം ഞാനിങ്ങനെ ദയനീയമായിട്ട് നോക്കും, ഈ മനുഷ്യനെ ഞാൻ ഇനി എന്തെങ്കിലും എഴുതിയാൽ, ഞാൻ മോഷ്ടിക്കുമെന്നല്ല, എങ്കിലും എനിക്കിട്ട് കൂടെ തരാനാണോ ഈ എന്നെ കൊണ്ട് എഴുതിക്കാൻ ഇത്രമാത്രം തൽപരനായിട്ട്? ഒന്നുമല്ല, സ്നേഹം കൊണ്ടാണ്. കാര്യം ഞങ്ങൾ രണ്ടുപേരും ഓണാട്ടുകരക്കാരാണ്. മാവേലിക്കരയുടെ ഒരു മണ്ണിൻ്റെ ഊർജം, ഒരു പശിമ, അതൊക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. ഞാനത് എഴുത്തിലധികം പ്രയോഗിക്കുന്നില്ല, എൻ്റെ വഴി തിരിഞ്ഞു പോയി. എങ്കിലും രാജീവ് എന്നും സദാ ജാഗരൂകനായി ഉണർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എവിടെയാണ് സാഹിത്യ ചോരണം നടക്കുന്നത് അവിടെയൊക്കെ രാജീവ് സമർത്ഥമായിട്ട് ഇടപെടുന്നത്. ഈ കാലയളവ് മുഴുവൻ ഞാനത് വായിച്ചു വരുന്നുണ്ട്. എന്നാൽ വിളിച്ചൊരു അഭിനന്ദനം പറയുകയോ ഒന്നും ഇല്ല. എൻ്റെ സ്വകാര്യ ജീവിതത്തിലും എൻ്റെ ഭർത്താവുമായിട്ടുമൊക്കെ വളരെ ബന്ധപ്പെട്ടിരുന്ന ഒരാൾ. അവരുടെ രണ്ടുപേരുടെയും നാടക താല്പര്യങ്ങൾ രാജീവ് വീട്ടിൽ വരികയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ ഞാനൊക്കെ കേൾവിക്കാരിയായിട്ടൊപ്പം കൂടിയിട്ടുണ്ട്. രാജീവിൻ്റെ പേന നിറച്ചിരിക്കുന്ന മഷി വറ്റാതിരിക്കട്ടെ. എന്തും രാജീവ് ഊർജ്ജസ്വലനായി ഇങ്ങനെ എന്തോ തേടാതെ എന്തോ പാടാതെ എന്ന് ONV സാറ് പറഞ്ഞതുപോലെ രാജീവ് തിരുവനന്തപുരത്തോട് ഇങ്ങനെ പോകട്ടെ. എന്നിട്ട് എപ്പോഴൊക്കെ ഇതെടുത്ത് പ്രയോഗിക്കണം അവിടെയൊക്കെ പ്രയോഗിക്കട്ടെ. ഈ കാര്യം വന്ന അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടിയില്ലെങ്കിലും ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടല്ലോ ഒരു ഉണർവ് തരും അത്. കാര്യം ഒരാളുണ്ട് സദാ ഉണർന്നിരിക്കുന്ന, എത്ര വമ്പനാണെങ്കിലും ശരി, അവിടെ എന്തെങ്കിലും ഒരു ഇത് കണ്ടാൽ ഉണർന്നിരിക്കുന്ന ഒരാളുണ്ടല്ലോ, ഞങ്ങളുടെ തലമുറയിൽ മുൻപിൽ നടക്കുന്ന ഒരാളുണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസമുണ്ട്. രാജീവിൻ്റെ പുസ്തകം ഏറ്റുവാങ്ങിയതിനുള്ള സന്തോഷം ഏറ്റവും ഇതായി ഞാൻ പങ്കുവെക്കുന്നു. സ്നേഹാദരങ്ങളോടെ വിടവാങ്ങുന്നു. വേണ്ടി ശ്രീ രാജീവ് കുമാറിനെ ക്ഷണിക്കുന്നു. 2.5 മണിക്കൂറായി ഞാൻ കേൾക്കാത്തതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഇന്നോളം പലപ്പോഴും ഒരു നല്ല വാക്ക് പറഞ്ഞതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ പുസ്തക പ്രകാശനങ്ങളൊന്നും ഞാൻ നടത്താറുമില്ല. മറ്റുള്ളവരുടെ പുസ്തകങ്ങൾ ധാരാളം പ്രകാശിപ്പിക്കാറുണ്ട്, 50,000 പുസ്തകങ്ങൾ പുറകെ. പക്ഷേ എൻ്റെ ഒരു പുസ്തകം പോലും അങ്ങനെ പ്രകാശനത്തിന് അധികം കൊടുത്തിട്ടില്ല. അതിന് കാരണം പറഞ്ഞു. കൃഷ്ണനായ സാർ എൻ്റെ ഗുരുനാഥനായിരുന്നു, അദ്ദേഹം സമ്മതിച്ചു. പിന്നെ അവസാന നിമിഷം വരത്തില്ലെന്ന് പറയും. പിന്നെയും അങ്ങനെ ഒരു 3 പുസ്തകങ്ങൾ വരെ വന്നതിന് ശേഷം അദ്ദേഹത്തെ കൊണ്ട് തന്നെ പ്രകാശനം ചെയ്ത് അതങ്ങ് നിർത്തി. പിന്നെ ഇടയ്ക്ക് ഒരു പുസ്തകം ഏതാണ്ട് പ്രകാശനം ചെയ്തു എന്നല്ലാതെ ബാക്കി 47 പുസ്തകം, 49 പുസ്തകങ്ങളും അങ്ങനെ പ്രകാശനം ചെയ്യാതെയാണ് പോയിട്ടുള്ളത്. ഈ ഒരു ചടങ്ങിൽ വെച്ചാണ് 10 പുസ്തകങ്ങൾ ഒന്നിച്ച് ഈ പ്രകാശനം ചെയ്തത്. കാരണം എഴുത്തുകാരൻ എപ്പോഴും
ഈ അംഗീകാരങ്ങളും അവാർഡുകളും ഒക്കെ കിട്ടുകയും അതോടുകൂടി അവർ വേറെ എഴുത്ത് മതിയാക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് മലയാളത്തിലുള്ളത്. നേരത്തെ എഴുത്ത് മതിയാക്കും, എല്ലാ അംഗീകാരവും ആദ്യമേ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ എഴുത്തെന്ന് പറയുന്നത് എനിക്കൊരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. എഴുത്ത് ജീവിതത്തിൻ്റെ ഭാഗമെന്ന് പറയുമ്പോൾ വിനോദത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിനോ വേണ്ട, നമ്മുടെ നിലനിൽക്കുന്നത് എഴുത്തിലൂടെയാണ്. എഴുതാതെ നിലനിൽപ്പില്ല എന്ന്. അപ്പം സ്വാഭാവികമായിട്ട് ഇവനൊരു ഭ്രാന്തനാണെന്ന് നിങ്ങൾക്ക് വിചാരിച്ചേക്കാം. അത് പണ്ട് തൊട്ടേ ഉള്ള ശീലമാണ്. 15ാമത്തെ വയസ്സ് മുതലുള്ള ഒരു ശീലമാണ് എഴുതുക എന്നത്. എഴുതുക എന്നുള്ള പല രീതിയിലുള്ള എഴുത്താണ്. ഇപ്പോഴായിട്ട് എഴുത്ത് മഷിയിലൊന്നുമല്ല. ഞാനീ പറഞ്ഞാൽ നിങ്ങളാരും വിശ്വസിച്ചില്ല. ഈ ചെറിയൊരു മൊബൈൽ സ്ക്രീനിലാണ് ഞാൻ ഇത്രയും പുസ്തകം എഴുതുന്നത്. 10,000 പേജുകൾ എഴുതിയത് മൊബൈൽ സ്ക്രീനിലാണ്. അത് എഴുതാൻ വളരെ സുഖമാണ്. കൈകൊണ്ട് ഒരാൾ ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. അതിനുശേഷം അതിൽ വിരൽ കൊണ്ടാണ് എഴുതിയത്. വിരൽ കൊണ്ട് എഴുതിയാണ് ഈ എല്ലാ ദിവസവും, കാരണം ഒരു ദിവസം പോലും മുടങ്ങാതെ 3 കൊല്ലമാണ് ഞാൻ എഴുതിയത്. ഇതല്ല 20 വാള്യമാണ് പബ്ലിഷ് ചെയ്യുക, 10 വാള്യമാണ് പബ്ലിഷ് ചെയ്യുക. ഇനി 10 വാള്യം കൂടെ ഉണ്ട് പബ്ലിഷ് ചെയ്യാൻ. അത് ചോദിക്കുക. ഞാൻ എഴുതിയ വാള്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ആകാശവാണിയിൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യം ഞാൻ തന്നെ നേരത്തെ പറഞ്ഞ കാര്യമാണ്. മലയാളത്തിലെ പ്രമുഖമായ 100 കഥകളാണ് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്, മൈൽ സ്റ്റോൺ ആയിട്ടുള്ള കഥ. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ ആകാശവാണിയിൽ നിന്ന് 2017 വോളണ്ടറി റിട്ടയർമെൻറ്റ് മേടിച്ചിട്ടും ഇപ്പോഴ് 2007 കൊല്ലം കഴിഞ്ഞിട്ടും മായാമുദ്രകൾ എന്നുള്ള പ്രോഗ്രാം വീണ്ടും ഉണ്ട്. ലോക ക്ലാസിക്കുകൾ 100 എണ്ണമാണ് സാധാരണ വായനക്കാർക്ക് വേണ്ടി ലോകോത്തര ക്ലാസിക്കുകൾ. 33 കൊല്ലമായിട്ട് നൊബേൽ പ്രൈസ് കിട്ടിയാൽ 3ാമത്തെ ദിവസം റേഡിയോയിൽ കൂടെ ചെയ്യുന്നത് ഞാൻ മാത്രമാണ്. ഇത്തവണ നൊബേൽ പ്രൈസ് കിട്ടിയ ആളെ പറ്റി തിങ്കളാഴ്ച 7:35 റേഡിയോ കേൾക്കാം. കാരണം വാരികകളിലും മാസികകളിലുമൊക്കെ വിശദമായ നോവലുകളെ പറ്റിയും കൃതിയെപ്പറ്റിയും വരുന്നതിന് മുൻപ് റേഡിയോ സഞ്ചരിച്ചു. ഞാനതിലേക്ക് പോകുന്നില്ല. ഇതെല്ലാം ദിവസവും എഴുതുക. നേരത്തെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രഭാതഭേരി ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ വരി വായിക്കുന്ന ഉണ്ണികൃഷ്ണന് മുട്ടിടിക്കുമെന്ന്. കാരണം അത് ഞാനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരുന്നത്. കാരണം ആകാശവാണി വന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ പരമാവധി വിനിയോഗിച്ചവരാണ് ഞാൻ. സാധാരണ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഇരുന്നുകൊണ്ട് ഈ കുനിയാൻ പറയുമ്പം എഴയുന്ന ആളുകളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഇന്ന് പല സ്ഥാപനങ്ങളിലും അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകൾ അങ്ങനെ. അതെല്ലാം സ്വാതന്ത്ര്യം പൂർണ്ണമായി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇതിനകത്ത് ഈ ചില ആളുകളെ കബളിപ്പിച്ച് വേണം ഈ സ്വാതന്ത്ര്യം വിനിയോഗിക്കുക. പ്രഭാതഭേരി പോപ്പുലറായത് അതിൻ്റെ രചന കൊണ്ടാണ്, അതിൻ്റെ എഴുത്ത് കൊണ്ടാണ്, വാക്കുകളുടെ ശക്തി കൊണ്ടാണ്. പക്ഷേ ആകാശവാണി തന്ന ഒരു വലിയ സ്വാതന്ത്ര്യമുണ്ട് എനിക്ക്. കാരണം പല സ്ഥലത്തേക്ക് പിന്നെ സ്ഥലം മാറ്റി. അത് എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര ഗുണമാണ് ചെയ്തത്. എൻ്റെ കൊത്തകുടം എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, ഖനിപ്രദേശം എന്ന് പറഞ്ഞാൽ അവിടെ ഈ തീവ്രവാദ ബന്ധങ്ങൾ ഖമ്മത്തിനടുത്താണ്. നക്സലി ധരിച്ചത് ട്രാൻസ്ഫർ ആയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വിപുലമായൊരു ലോകം കിട്ടി. അതുപോലെ മലബാർ പ്രദേശങ്ങളിൽ പലയിടത്തും. കാരണം ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ട്രാൻസ്ഫർ ഓർഡർ വരുമ്പോൾ പിറ്റേ ദിവസം തന്നെ അങ്ങ് പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് അജ്ഞാതമായ ഭൂഖണ്ഡത്തിലൂടെ ഇത്രയും ഇന്ത്യയിലെയുള്ള പല പ്രദേശങ്ങളെ പറ്റി എഴുതിയ വേറെ എഴുത്തുകാരനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബോംബെയിൽ ജീവിച്ച ആളുകൾ ബോംബെയെ പറ്റി ഇത്രയും കഥ എഴുതിയിട്ടില്ല. ഹൈറേഞ്ച് പ്രദേശം, ഹൈറേഞ്ചിൽ നിന്നൊക്കെ ആളുകൾ വന്നുള്ളൂ. സത്യം കോനാടിനെ പോലുള്ള ആളുകൾ വന്നു. ഹൈറേഞ്ച് കഥകൾ എന്ന് പറഞ്ഞുകൊണ്ട് 32 കഥകൾ ഹൈറേഞ്ചിനെ പറ്റി എഴുതി. വേറെ ആരെങ്കിലും എന്തെങ്കിലും കഥകൾ ഹൈറേഞ്ചിനെ പറ്റി എനിക്കറിഞ്ഞൂടാ. ഹൈറേഞ്ചിലുള്ളവർ തന്നെ വേറെ കഥകളാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ആകാശവാണിയോടാണ് ആദ്യം എനിക്ക് നന്ദി പറയാനുള്ളത്. 33 വർഷം ആകാശവാണിയിൽ ജോലി കളയാതിരുന്നു. അതിന് കാരണമുണ്ട്. പത്മരാജൻ പറഞ്ഞൊരു വാക്കുണ്ട്. 1986 ഞാൻ ആകാശവാണി ജോയിൻ ചെയ്യുമ്പോൾ പത്മരാജൻ അന്ന് അവിടെ നിന്ന് സെൻഡ് ഓഫ് എടുത്ത് പറഞ്ഞേക്കാം. അദ്ദേഹം പറഞ്ഞു, ഇടയ്ക്ക് രാജീവ്കുമാറിന് തോന്നി ജോലി കളയണമെന്ന്. പക്ഷേ യാതൊരു കാരണവശാലും ജോലി കളയരുത്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, വിട്ടു പോകണമെന്ന് തോന്നുമ്പോഴെല്ലാം പത്മരാജൻ പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഏതാണ്ട് 30-ാം തീയതി ATM കാർഡ് കൊണ്ടുവരുമ്പോൾ പണം ഇങ്ങോട്ട് വരുന്നത്, അതായത് പെൻഷൻ വരുന്നതെന്ന് അർത്ഥം. എഴുത്തുകാരനായി എൻ്റെ ജീവിതം ഈ രീതിയിലുള്ള ജീവിതം പോയിരുന്നു എന്നേ തെണ്ടിത്തിരിഞ്ഞ് നടക്കാനുള്ളതാണ്.
ഇത് ഞാൻ ആദ്യമേ മനസ്സിലാക്കി എന്നുള്ളതാണ്. കാരണം എഴുത്തുകാരന് പ്രതിഫലം കിട്ടുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു റൈറ്ററായിരിക്കണം. എൻ്റെ എഴുത്തെന്ന് പറഞ്ഞാൽ പ്രതിരോധത്തിൻ്റെ എഴുത്താണ്, ഒഴുക്കിന് എതിരെയുള്ള എഴുത്താണ്. ഈ എഴുത്ത് അടിയന്തരാവസ്ഥ കാലം മുതൽക്ക് തുടങ്ങിയതാണ്. അന്ന് 74 കഥ വരുമ്പോൾ ആ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലുള്ള എൻ്റെ കഥകളുടെ കളക്ഷൻ പരിശോധിച്ചാൽ അറിയാം ഏത് കാലഘട്ടത്തിൽ ഞാൻ കഥ എഴുതി, അന്നപ്പോൾ കഥകൾ എന്തായിരുന്നു എഴുതിയതെന്നുള്ളത്. ആ കഥകൾ ഇനി വായിക്കാനൊരവസരമാണ് ഈ അംഗീകാരം എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പ്രിയ സുഹൃത്ത് റഷീദ് ഈ പരിപാടി സംഘടിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ എത്തിയത്. കാരണം പല ആളുകളും ഇങ്ങനെ പരിപാടി ഇങ്ങനെ എഴുത്തിൻ്റെ 50 വർഷം എന്ന് പറഞ്ഞപ്പോൾ ഞാനതൊക്കെ അതൊന്നുമല്ല വേണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ റഷീദ് ഞാനും തമ്മിലുള്ള ആത്മബന്ധം പലർക്കും അറിയാം. പക്ഷെ ഞാനിപ്പോൾ എന്നും റഷീദിനെ വിളിക്കുന്ന ആളല്ല, ഫോൺ വിളിക്കുകയും ഒന്നുമില്ല. ഞങ്ങൾ തമ്മിൽ വളരെ അദൃശ്യമായ, എന്നെ റഷീദിനും അറിയാം, റഷീദിനെ എനിക്കും അറിയാവുന്ന തരത്തിലുള്ള സൗഹൃദം കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ ലോകത്തെപ്പറ്റി കൂടുതലൊന്ന് മനസ്സിലാക്കാനും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാനും ഒരവസരമായി. പുതിയ ആശയങ്ങൾ, എൻ്റെ എന്താശയമാണോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അതെല്ലാം റഷീദ് പെട്ടെന്ന് അത് അംഗീകരിക്കുക, അതിന് വേണ്ടുന്ന ഒത്താശകൾ ചെയ്യുകയും ചെയ്യും. അത് വേറെ ഒരാൾ ചെയ്തിട്ടില്ല. ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന ഒരു കാര്യം ഇടയ്ക്കൊക്കെ പറഞ്ഞുകൊള്ളട്ടെ, റഷീദിൻ്റെ സ്മരണകളിലുള്ളത് ഈ ക്യാമ്പസ് തിയേറ്റർ മൂവ്മെൻറ്റ് ഇവിടെ തുടങ്ങുകയാണ്. ആദ്യമായിട്ട് ക്യാമ്പസ് തിയേറ്റർ എന്ന് പറഞ്ഞൊരു സംവിധാനം യൂണിവേഴ്സിറ്റി കോളേജ് തുടങ്ങുകയാണ്. അപ്പോൾ ഞാനും ഹരിദാസനും രാജീവനും ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ സ്വന്തമായിട്ട് കോളേജിന് വേണ്ടി ഒരു കർട്ടൻ സെറ്റ് വേണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ റഷീദാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. റഷീദിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കർട്ടൻ സെറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതേ ഉള്ളൂ. റഷീദ് പൈസ എവിടെയൊക്കെ മറിച്ച് നമ്മൾ അവിടുന്ന് കുന്നുവഴി നാരായണനെ വിളിച്ച് നാറുവഴി പോയി തുണി എടുത്തുകൊണ്ട് വന്ന് തയ്ക്കുകയാണ്. പിന്നീട് അത് ചെയ്യും. കാരണം വെച്ചാൽ അങ്ങനൊരു ഗവൺമെൻറ് കോളേജിന് ആദ്യമായിട്ടാണ് കർട്ടൻ ഉണ്ടാകും. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടവാനും കാര്യങ്ങളുണ്ട്, അതിലേക്ക് കിടക്കുന്നുണ്ട്. അങ്ങനെ റഷീദിൻ്റെ ഒരു സ്നേഹ നിർബന്ധം ഇങ്ങനൊന്ന് വേണം എന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു 50ാം വാർഷികാഘോഷം ഇവിടെ നടത്താനായി വന്നത്. അത് പ്രദീപ് വളരെ കൃത്യമായിട്ട് പ്രദീപ് പനങ്ങാട് സംഘാടകൻ എന്നതിൽ ഇത്രയും വർഷമായിട്ട് കവിയായി വന്ന പ്രദീപ് പനങ്ങാടിനെ എനിക്കറിയാം. ഈ 2 പേരോടുള്ള പ്രത്യേകം നന്ദി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. പിന്നെ എഴുത്തിൻ്റെ വഴികളിലുള്ള ചില കാര്യങ്ങൾ കൂടി, എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. കാരണം എഴുത്തിൽ എപ്പോഴും നിർഭയത്വമാണ് ആവശ്യം. പലപ്പോഴും കുടുംബ ബന്ധങ്ങൾക്കകത്ത് അകപ്പെടുന്ന എഴുത്തുകാർക്ക് ഈ രക്ഷയില്ല. അവർക്ക് സ്വതന്ത്രമായി എഴുതാൻ പറ്റില്ല. അവരെഴുതുമ്പോൾ ഒന്നുകിൽ ഭാര്യ വിലക്കും, അല്ലെങ്കിൽ അവരുടെ സഹോദരന്മാർ വിലക്കും, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകൾ. ഇങ്ങനെ എഴുതിയ വലിയ അപകടകരമാണ്. എൻ്റെ എഴുത്തിന് ഇത്രയും നിർഭയമായി എനിക്ക് എഴുതാൻ പിന്തുണ നൽകിയത് എൻ്റെ സഹധർമ്മിണിയാണ്. സാധാരണ പറയും ഇതൊക്കെ എഴുതിയ അപകടമാണ്, ഇടിച്ചകത്താക്കും, അല്ലെങ്കിൽ ആളുകളുടെ വിരോധം സമ്പാദിക്കും, അവർ വീണ്ടും കൈവയ്ക്കും എന്നൊക്കെ പറയുന്നിടത്ത് അതൊന്നും കുഴപ്പമില്ല, ഇതുപോലെ തുടർന്നോ എന്ന് പറയുന്നിടത്താണ് ആ ഭീതിയില്ലായ്മയിലാണ് കാര്യം. അതുപോലെ എൻ്റെ എഴുത്തിൻ്റെ വഴികളിൽ വീട്ടുകാർ, സഹോദരൻ, അവരെല്ലാം വളരെ ഈ ഇത്രയും കർക്കശമായ ആളുകളെ വിമർശന ബുദ്ധിയോടുകൂടി വിലയിരുത്തുമ്പോഴും ഈ ഭയലേശം ഇല്ലാതെ അവർ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഥ എഴുതുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ പുതിയ പുതിയ പാറ്റേണുകൾ സ്വീകരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഒരു കഥ പോലെ മറ്റൊന്നും ആവരുത് എന്ന് കരുതി. ഒരു കാര്യം നിങ്ങൾക്ക് പ്രത്യേകം ഞാൻ എടുത്തു പറയുകയാണ്, ഞാൻ ആകാശവാണിയിൽ വന്ന 33 വർഷവും ഒരു കഥ പോലും എൻ്റെ ആകാശവാണിയിൽ കൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഈ കഥകളൊക്കെ തന്നെ ബ്രോഡ്കാസ്റ്റിംഗ് റൂൾസിന് എതിരാണ്. അപ്പം 2 ജീവിതമാണ് ഞാൻ ആകാശവാണി വഹിച്ചത്. ആകാശവാണിയിൽ 2 ജീവിതം. ഒന്ന് ആകാശവാണിക്ക് വേണ്ടി അതുവരെ ഉണ്ടായിരുന്ന ഭാവുകത്വത്തെ ഒന്ന് പൊളിച്ച് പുതിയൊരു നേരത്തെ പറഞ്ഞ പോലെ ബ്രോഡ്കാസ്റ്റിംഗ് ഭാഷയെന്നൊക്കെ പറയാവുന്നത് 86-40 കൊല്ലമാകുന്നു. അങ്ങനെ ഒരു രീതിക്കാണ് ഞാൻ ആകാശവാണി ശ്രമിച്ചത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ കഥകൾ എഴുതുന്നുണ്ടായിരുന്നു. പക്ഷെ ആ കഥകളുടെ വേറൊരു മുഖമാണ്. ആ
നമ്മൾ ഏത് തസ്തികയാണോ ഉടുപ്പിട്ടിട്ട് ഭക്തവിലാസത്തിന്റെ മുമ്പിൽ ഉടുപ്പഴിച്ച് വെച്ചിട്ട് നീ എന്ന രീതിയിൽ ആഫീസറാകുന്നത് ആഫീസറാകുന്നു. അത് കഴിഞ്ഞാലുടൻ പുറത്തുപോയി നമ്മുടേതായ ഒരു ലോകം. ഈ രണ്ട് ലോകത്തെ ഞാൻ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഒരു എഴുത്തുകാരനായി എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഞാൻ ആകാശവാണിയിൽ തന്നെ അടിഞ്ഞുപോയി എന്നെ. ആകാശവാണിയിൽ ഫീച്ചറും എഴുതി അവിടെ അളവ് എഴുതി പോകാതെ കഥയുടെ വലിയൊരു ലോകം എനിക്കുണ്ടായത് ഇതാണ്. ഞാനിത് മനസ്സിലാക്കിയത് പണ്ട് നാഗവള്ളിയും ടി എൻ ഗോപിനാഥൻ നായർ, ഇന്ന് നാഗവള്ളിയുടെയോ ടി എൻ ഗോപിനാഥൻ നായരുടെയോ ഏതെങ്കിലും പുസ്തകങ്ങൾ നിങ്ങൾക്ക് കിട്ടാനുണ്ടോ? നാഗവള്ളിയെ തകഴി തോട്ടിയുടെ മകൻ എഴുതുന്നതിന് 5 കൊല്ലം മുമ്പാണ് തകഴി തോട്ടി എന്ന കഥ നാഗവള്ളി തോട്ടി എന്ന കഥ എഴുതിയത്. ആ കഥ ആരും ഓർക്കുന്നു? ജീവിതം മുഴുവൻ ആകാശവാണിക്ക് വേണ്ടിയും ഒക്കെ കഴിഞ്ഞ് ഒരു ചെവിയിൽ നിന്ന് മറ്റൊരു ചെവിയിലേക്ക് പകർന്നുപോയ ആ വായുസഞ്ചാരം ആ രീതിയിൽ ആകരുത് എന്ന് ഞാൻ ആകാശവാണി വന്നപ്പോൾ തന്നെ ആകാശവാണിയിൽ വന്നതെന്താണ് എന്ന് സാധാരണഗതിയിൽ ചോദിക്കാം. അതൊരു വാശിയുടെ കഥയായിരുന്നു. ആ വാശിയുടെ കഥ എൻ്റെ 1981 മാതൃഭൂമിയിലാണ് എൻ്റെ കലണ്ടർ പബ്ലിഷ് ചെയ്യുന്നത്. കലണ്ടർ എന്ന് പറഞ്ഞാൽ കഥ വളരെ പ്രാധാന്യത്തോടുകൂടി എൻ ടി വാസുദേവൻ ഇരിക്കുമ്പോഴാണ് പബ്ലിഷ് ചെയ്യുന്നത്. ആ സമയത്ത് ഈ കഥ അന്ന് തന്നെ ആകാശവാണിയിൽ ബ്രോഡ്കാസ്റ്റായി. ഈ വന്ന സമയം തന്നെ ആകാശവാണിയിൽ ഞാൻ അയച്ചിട്ട് ഏതാണ്ട് 3 മാസത്തിന് മുമ്പ് അയച്ചതാണ് അന്നാണ്. അങ്ങനെ അപ്പോൾ ട്രാൻസ്മിഷൻ റിപ്പോർട്ട് വന്നു, പബ്ലിഷ് ചെയ്ത കഥ റേഡിയോയിൽ പാടില്ല. അങ്ങനെ എനിക്കൊരു മമ്മ ആകാശവാണിയിൽ നിന്ന് വരികയാണ്. അപ്പം ഞാനതിന് മറുപടി തിരിച്ചങ്ങോട്ട് എഴുതും. 2-4 പേജുണ്ട്. ആ ഇത്രയും വലിയ റെപ്യൂട്ടഡ് ആയ മാതൃഭൂമിയിലുള്ള ഒരു പ്രസിദ്ധീകരണത്തിൽ വന്നത് അവിടെ യുവാണിയിൽ 3 മാസം കഴിഞ്ഞാണ് വന്നതൊക്കെ പറഞ്ഞ് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അന്നത്തെ ഈ ആകാശവാണിയില്ലേ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ അവനെ പിന്നെ മേലെ അങ്ങോട്ട് വിളിക്കത്തില്ല. അങ്ങനെ എന്നെ വിളിച്ചില്ല. അപ്പം ഞാൻ അറിയാതെ ഒരു വാക്കങ്ങ് പറഞ്ഞുപോയി. ഞാൻ ആകാശവാണിയിൽ ഒരു ജോലിയായിട്ട് വരത്തുള്ളെന്നങ്ങ് പറഞ്ഞുപോയി. ഒരു വെല്ലുവിളി പോയില്ലേ. അക്കാലത്ത് പിന്നെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ലെക്ചർ പോസ്റ്റിന് അത് എല്ലാം ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ ഓർഡറായ സമയത്താണ് ആകാശവാണിയിൽ സ്റ്റാഫ് സെലക്ഷൻ വഴി ഒരു ഇത് വരുന്നത്. പിന്നെ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവ്സിൻ്റെ പോസ്റ്റ് വരികയും ഞാൻ അപ്ലൈ ചെയ്യുക, അവിടെ കിട്ടുകയും ചെയ്യും. കാരണം അന്നൊക്കെ ഈ ജോലി വരിക എന്ന് പറഞ്ഞാൽ ഇത് ആരെയെങ്കിലും കാല് പിടിച്ച് കൈ പിടിച്ചൊക്കെയാണ് ജോലി കിട്ടുക. എനിക്ക് അങ്ങനെ കൈ പിടിച്ചോ കാല് പിടിച്ചോ ഒന്നും അല്ല അന്ന് കിട്ടിയത്. അതാണ് ആകാശവാണിയിൽ ചെല്ലാനുള്ള ഏക കാരണം. അല്ലെങ്കിൽ വല്ല കോളേജ് അധ്യാപകനായിട്ട് പോകുന്നത്. ഇതാണ് ജോലിയുടെ ആദ്യ തുടർച്ച. അന്ന് തൊട്ട് കഥയാണ് എൻ്റെ വിഷയം. കഥയിലാണ് ഞാൻ കൂടുതൽ താല്പര്യം. അന്ന് തന്നെ കഥ എഴുതുമായിരുന്നു. പക്ഷേ ഈ കഥകളൊന്നും ആകാശവാണിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അതുമാത്രമല്ല, പ്രഖ്യാതമായ അല്ലെങ്കിൽ അന്ന് യാഥാസ്ഥികമായ നമ്മുടെ ഈ മാതൃഭൂമി പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു പ്രസിദ്ധീകരണത്തിന് ചട്ടക്കൂടിന് ഇണങ്ങുന്ന കഥകളുമായിരുന്നില്ല. അതുകൊണ്ടാണ് സമാന്തര പ്രസിദ്ധീകരണങ്ങൾ, രചന പോലെ സംക്രമണം പോലെയുള്ള പ്രസിദ്ധീകരണങ്ങൾ ആദ്യമേ എനിക്ക് അതിലോട്ട് താല്പര്യം. കേരളത്തിലെ എല്ലാ മിക്കവാറും സമാന്തര പ്രസിദ്ധീകരണങ്ങളിലൂടെയാണ് എൻ്റെ കഥകൾ വന്നിട്ടുള്ളത്. കഥകൾ നിരന്തരം എഴുതിയ ആളാണ്. ഒരു കാലഘട്ടം ഇന്നും ചോദിക്കും രാജീവ് കുമാറിന് പ്രായം എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. ഞാനത് 74 73 കുങ്കുമത്തിൽ എഴുതുന്ന കാലഘട്ടത്തിൽ പ്രീ ഡിഗ്രി പയ്യനാണ്. നേരത്തെ കലാശാല വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് കലാശാല എൻ്റെ കഥയൊക്കെ ചെറിയ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. വളരെ അവിടുത്തെ കലാശാലയിലെ തകഴിയായിരുന്നു ഞാനന്ന് കോളേജ് പഠിക്കുമ്പോൾ. ആ വിധത്തിലാണ് പ്രാധാന്യം, വലിയ പ്രാധാന്യമാണ് വന്നിട്ടുള്ളത്. അത് പെട്ടെന്ന് ഞാൻ ആ കാലഘട്ടം 73 15 വയസ്സുകാരൻ്റെ ആ ഒരു കാലം ഓർക്കുകയാണ്. കുങ്കുമത്തിലും കേരളശബ്ദത്തിലും ഒക്കെ കഥ വന്ന കാലഘട്ടം അന്ന് വായിച്ച ആളുകൾ 77 അന്ന് ഇന്ന് ആളുടെ പേര് പറയും. ഇന്നത്തെ പല പ്രഖ്യാതമായ കവികളും അതിൽ ബാലപംക്തിയിലാണ് പ്രത്യക്ഷമായി കൊടുക്കുന്നത്. ആ രാജീവ് കുമാറാണ് ഈ രാജീവ് കുമാർ എന്ന് പലപ്പോഴും ചെയ്ത് 50 കൊല്ലം. അപ്പോൾ എന്നെ കാണുമ്പോൾ 65 വയസ്സായി. ഉള്ളവിടെ പറയാമല്ലോ, എന്താ പ്രായം പറയാതിരിക്കുന്നത്. 15ാമത്തെ വയസ്സിലാണ് സംഭവം തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ കഥ എഴുതുന്ന കാലഘട്ടം മാത്രമല്ല, നാടകം എന്ന് പറയുന്ന വലിയൊരു വിപുലമായ ഒരു സാഹിത്യം കൂടെ എനിക്കുണ്ട്. നാടക സാഹിത്യം, നാടകത്തിൽ ക്യാമ്പസ് തിയേറ്റർ മൂവ്മെൻറ്റ് കൊണ്ടുവരിക എന്ന ഒരു വലിയ ധർമ്മം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് 50 കൊല്ലത്തിൻ്റെ പുതിയ നാടക അതെല്ലാം കൂടെ ചേർത്ത് ഏതാണ്ട് 100-800 പേജുള്ള രാജീവ് കുമാറിൻ്റെ നാടകങ്ങൾ എന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ പബ്ലിഷ് ചെയ്തത് തന്നെ എത്ര 100 നാടകങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള 10-30 നാടകങ്ങൾ മാത്രമാണ്. ഇനിയും കിടപ്പുണ്ട് 70 നാടകങ്ങൾ. വോളിയം പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിഷ് ചെയ്തതിൻ്റെ പിന്നെ ഇനിയും 3 ഇരട്ടിയാണ് പബ്ലിഷ് ചെയ്യാനുള്ളത്. അത് ഞാൻ അങ്ങനെ പബ്ലിഷ് ചെയ്യുന്നില്ല. പിന്നെ അടുത്തത്
നിരൂപണത്തിൻ്റെ കാര്യം. നിരൂപണത്തിൽ ഞാൻ സ്വീകരിക്കുന്ന ഒരു രീതി ഈ വിമർശനാത്മകമായ നിരൂപണമാണ്. പ്രത്യേകിച്ച് ആ നിരൂപണമെന്ന് പറയാൻ പറ്റില്ല, അതൊരു ലിറ്റററി ജേർണലിസത്തിൻ്റെ സ്വഭാവമാണ് അതിനുള്ളത്. കാരണം ഞാൻ ഈ പെട്ടെന്ന് ഒരു ആക്ഷേപഹാസ്യമാണ് നമ്മുടെ പ്രധാന ആ ആക്ഷേപഹാസ്യം പലപ്പോഴും പലർക്കും ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ എഴുതി കഴിയുമ്പോഴത്തേക്ക് ഒരു ക്രൂരമാകുമ്പോൾ മനുഷ്യരെല്ലാവരും മുമ്പിലിരിക്കുന്ന പല ആളുകളുമുണ്ട്. ഞാനിങ്ങനെ എഴുതി കഴിഞ്ഞ് സത്യം പറയുകയൊക്കെ ചെയ്യുമ്പോൾ പലർക്കും എന്നോടൊരു ദേഷ്യം ഉണ്ടാകുന്നുണ്ട്. അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നീട് കാണുമ്പം അത് ഈ സ്ഥായിയായ ദേഷ്യം ഇന്നേ വരെ ഒരു സാഹിത്യകാരനോടും അങ്ങനെ എനിക്കുണ്ടായിട്ടില്ല. കാരണം ഈ സദസ്സിൽ വന്നിരിക്കുന്ന ഓരോ ആളുകളുടെയും എനിക്കറിയാമെന്നുള്ളതാണ്. അറിയാത്ത ഒരാൾ, നേരത്തെ രാജശേഖരൻ പറഞ്ഞതുപോലെ ഈ ആളുകളെ ഇങ്ങനെ ക്ഷണിക്കുക വലിയ വിഷമമാണ്. നിങ്ങൾക്ക് വ്യക്തിപരമായ ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിന് പോലും ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. അതാണ് ആകാശവാണിയിൽ അത് വലിയ പ്രശ്നമായിരുന്നു. ഒരു ദിവസം ഞാനങ്ങ് ലീവെടുത്തു അന്ന് കല്യാണമായിരുന്നു. പിറ്റേ ദിവസം വന്നപ്പോൾ ആരും എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല. കല്യാണം പ്രമാണിച്ച് ഒരാഴ്ച 2 ആഴ്ച ലീവ് എടുക്കാറുണ്ട്. ഞാനങ്ങനെ ലീവ് എടുക്കുക. അടുത്ത ദിവസം വീട്ടിൽ ചെന്നപ്പോൾ ആരും മിണ്ടുന്നില്ല. അവസാനം എല്ലാവരും മുഖം തിരിച്ചിരിക്കുന്നു. കല്യാണം കഴിക്കാൻ മുൻകൂട്ടി അനുവാദം മേടിക്കാത്തതിന് മെമ്മോ തന്നു എനിക്ക്. അതിനുണ്ട് കഥ. കല്യാണം കൂട്ടി അപ്പോൾ ആളുകൾ വിചാരിച്ചത് ഇത് വേറെ എവിടുന്നോ പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്ന അങ്ങനെയാണെന്ന്. കല്യാണത്തിന് പോലും ഞാൻ ആരെയും അങ്ങനെ ക്ഷണിച്ചിട്ട് മറ്റൊന്നും കൊണ്ടല്ല, അതൊരു ഡെലിക്കസിയാവും. എനിക്ക് മനസ്സിലൊരു പക്ഷേ എല്ലാവരെയും അവരുടെ നല്ല സമയത്തെ നമ്മൾ അപഹരിച്ചുകൊണ്ട് നമ്മുടെ ഒരു പരിപാടിക്ക് വരണം എന്ന് പറയുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അതാണ് എനിക്ക്, അതുകൊണ്ടാണ് രാജശേഖരനോടൊക്കെ പിന്നെ ഈ പറയുക എന്ന് പറയുന്നത്. പലരും കാണുമ്പോൾ അതിൻ്റെ എല്ലാം വളരെ കൃത്യമായിട്ട് സംഘാടനമെല്ലാം റഷീദും പിന്നെ അതുപോലെ പനങ്ങാടും നിർവഹിച്ചതിൽ സന്തോഷമുണ്ട്. ഞാൻ വിളിച്ചതുപോലെ തന്നെയാണ് വിളിക്കുന്നത് പോലെ അവരത് മനസ്സിലാക്കി, എൻ്റെ മനോഭാവം മനസ്സിലാക്കിയാണ് വന്നത്. ഈ വന്നിട്ടുള്ള ഓരോരുത്തരും എൻ്റെ ഒരു സ്നേഹപൂർണമായിട്ടുള്ള പിന്നെ നന്ദിയാണ് അവരോട് എനിക്കുള്ളത്. കാരണം ആരെയും എനിക്കറിയാത്ത ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും ഇതറിഞ്ഞ് പിന്നെ എത്തിയിട്ടുണ്ട്. ഈ എഴുത്തിൻ്റെ കാര്യത്തിൽ ഇനിയും ദീർഘമായി തന്നെ അങ്ങ് പോകും. ഈ അവാർഡുകളെ പറ്റിയുള്ള നില എനിക്ക് പണ്ട് ഒരു 10-20 വയസ്സിലൊക്കെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഏത് അവാർഡൊന്നും പറഞ്ഞില്ല. നോക്കിയപ്പോൾ ഒരു വണ്ടിച്ചെക്കായിരുന്നു. അന്ന് തീരുമാനിച്ചു ഈ അവാർഡ് മതിയാക്കണം. ഏതൊരു ടെക്സ്റ്റൈൽസിൻ്റെ 10,000 രൂപയുടെ അവാർഡ് എനിക്ക് തന്നു. ഞാനത് ബാങ്കിൽ കൊടുത്തപ്പോഴത്തേക്ക് തിരിച്ചു. അന്ന് മതിയാക്കിയതാണ് ഈ അവാർഡ് പരിപാടി. ഇപ്പോഴും പലപ്പോഴും അവാർഡുകൾ കിട്ടുന്ന ആളുകൾക്ക് കിട്ടുന്ന ഈ അവാർഡ് കമ്മിറ്റികളിൽ ഞാൻ വളരെ പ്രഗത്ഭമായ കമ്മിറ്റിയിൽ വരെ ഇരുന്നിട്ടുണ്ട്. അവാർഡുകൾ കിട്ടാത്തത് ഒരു നിരാശയ്ക്ക് വഴിയില്ല. കാരണം ആ കാലം കഴിഞ്ഞു. 50 കൊല്ലമായി എഴുതാൻ തുടങ്ങിയിട്ട് എഴുത്തിൻ്റെ ബലം കൊണ്ട് മാത്രമേ ഒരു എഴുത്തുകാരൻ നിലനിൽക്കൂ. എനിക്ക് അവസാനമായി പറയാനുള്ള ഒരു കാര്യം, കൃതികൾ ആണ് കാലത്തെ അതിജീവിക്കുന്നത്. 50 കൊല്ലം കഴിഞ്ഞിട്ടും രാജീവ് കുമാറിൻ്റെ കൃതികൾ ആളുകൾ ഓർക്കുന്നെങ്കിൽ, അതിന് പ്രസക്തി ഉണ്ടെങ്കിൽ ആ എഴുത്തിലെന്തോ ഉണ്ട്. ഒരു സന്തോഷം കൂടെ അതിലുള്ളത്, ഇവൻ ആരാ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചില കൃതികളെടുത്ത് വായിക്കാൻ പുറപ്പെടും, ആളുകൾ വായിക്കാൻ പുറപ്പെടും. അതാണ് സന്തോഷം. മാത്രമല്ല എനിക്കൊരു പ്രത്യേകത കൂടി 50ാം വാർഷികത്തിലുള്ളത്, എൻ്റെ കൃതികൾ ആർക്കും പബ്ലിഷ് ചെയ്യാമെന്നുള്ളതാണ്. എൻ്റെ സ്വകാര്യ സ്വത്തായി വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതാർക്കും, ഏത് പ്രസാധകർക്കും എൻ്റെ കൃതി പബ്ലിഷ് ചെയ്യാം. അതിൽ നിന്ന് അങ്ങനെ പൈസയൊന്നും വേണമെന്നില്ല, പൈസയൊന്നും കിട്ടത്തില്ല. അതൊക്കെ മഹാമോഹങ്ങളാണ്. ഒരു എഴുത്തുകാരൻ എഴുതി അവന് പൈസ ഉണ്ടാക്കാമെന്ന് കരുതുന്നത് അത്രയൊന്നും ഉണ്ടാകത്തില്ല. കാലം നോക്കി അങ്ങനെയാണ് എഴുതുക. വായിക്കുക എന്നുള്ളത്, വായിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തുകൊണ്ട് ഞാനിത് പബ്ലിഷ് ചെയ്തു 10 വാടി എന്ന് പറഞ്ഞാൽ, ഇത് പ്രസാധനം ചെയ്യാൻ ഇന്ന് കേരളത്തിൽ നട്ടലുള്ള ഒറ്റ പബ്ലിഷർ ഇല്ല. ഒരു പബ്ലിഷറും ഇതേപടി പബ്ലിഷ് ഞാൻ വെല്ലുവിളിക്കുക. വരികൾ വെട്ടി ഓരോരോ പബ്ലിഷേഴ്സിനും ഓരോരോ പ്രസാധകർക്കും അവരുടേതായിട്ടുള്ള നയമുണ്ട്. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞുകൊള്ളാം. MT വാസുദേവൻ നായരെ വിമർശിച്ചുകൊണ്ടൊരു പുസ്തകം MT ഒരു പുനർവായന MTയുടെ ശിഷ്യൻ ഗോവിന്ദനുണ്ണി എഴുതി. അത് കേരളത്തിലെ ഒരു പബ്ലിഷറും പബ്ലിഷ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ഗോവിന്ദനുണ്ണി മരിക്കുന്നതിന് മുമ്പ് VR ഗോവിന്ദനുണ്ണി കുറേക്കാലം MTയുടെ ശിഷ്യനായിരുന്നു. അദ്ദേഹം ചെയ്തത് കമ്പൈൽ ചെയ്തു. MTക്കെതിരായൊരു എതിരെന്ന് വിമർശനാത്മകമായൊരു പുസ്തകമാണ്. അവസാനം അത് ഞാനാണ് പബ്ലിഷ് ചെയ്തത്, പരിധിയാണ് പബ്ലിഷ് ചെയ്തത്. കേരളത്തിൽ ഇന്ന് വളരെ ഒരിക്കലും എഴുത്തുകാരന്മാരോട് ആഭിമുഖ്യമുള്ളവരാണ്. പ്രസാധകരെ സുഖിപ്പിക്കാനുള്ള തന്ത്രമാണ്
നമ്മുടെ നിരൂപകന്മാർ ഉൾപ്പെടെ ഉള്ളത് അവരാണ് തീരുമാനിക്കുക. ഒരു കാലത്ത് ജോസഫ് മുണ്ടശ്ശേരിയാണ് പറഞ്ഞത് ഇതാ ഒരു കൃതി ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് നിന്ന് DC മാതൃഭൂമിയോ പറയുന്നത് ഇതാണ് ഈ വർഷത്തെ ഏറ്റവും നല്ല കൃതി. ഇതിനെ ധൈര്യപൂർവ്വം വെല്ലുവിളിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു പുസ്തക പ്രകാശനത്തിനും വലിയ കക്ഷികൾ ഒരു കാണിയായി പോലും എന്നെ വിളിക്കാത്തത്. അതുകൊണ്ടെന്താ അന്തസ്സോടുകൂടി സമാന്തരമായൊരു പബ്ലിഷിംഗ് സാമ്രാജ്യം ഞാൻ ഉണ്ടാക്കിയെടുത്തു. അതിൻ്റെ കീഴിലാണ്, ഈ പരിധിയുടെ കീഴിലാണ് ഈ 10 പുസ്തകങ്ങളും പ്രകാശനം ചെയ്യുന്നത്. അത് മാത്രമല്ല പല പുസ്തകങ്ങളും അങ്ങനെ തന്നെയാണ്. എൻ്റെ കഥാഗ്രേഡ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. 220 കഥകളുണ്ട്. ഓരോ ദിവസത്തെയും രാഷ്ട്രീയത്തോട് അല്ലെങ്കിൽ സാമൂഹ്യമായ കാര്യത്തോടുള്ള എൻ്റെ എഴുത്തുകാരൻ എന്നുള്ളതല്ല നിലയിലുള്ള എൻ്റെ നിലപാട് വ്യക്തമാക്കുന്ന കൃതി. അതെല്ലാം ഈ പരിധിയിലൂടെ ആണ് വന്നത്. എന്തുകൊണ്ട് സമാന്തരമായ ഒരു ശൃംഖല എനിക്ക് സൃഷ്ടിക്കേണ്ടി വന്നു എന്ന് അവിടെ ഞാൻ തോറ്റില്ല. തോൽക്കേണ്ട ഒരവസ്ഥയാണ്. ഒരു എഴുത്തുകാരൻ അടിപെടേണ്ട ഒരവസ്ഥയിൽ വളരെ ഊർജത്തോടു കൂടി തന്നെ സമാന്തരമായ ഒരു ശൃംഖല ഉണ്ടാക്കി. ഇപ്പം സമാന്തരമായ ഒരു വിപണന രീതി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വളരെ പ്രഖ്യാതമായ പുസ്തക പ്രസാധകർ മാത്രമുള്ളിടത്ത് ഒരു സ്റ്റാൾ വരെ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. അത് മറ്റൊന്നും ഒരു അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല. നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു എഴുത്തുകാരൻ്റെ എന്താ പറയുന്ന ഒരു 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 പിന്നെ എടുത്തിയാട്ടമെന്നോ അല്ലെങ്കിൽ അവൻ്റെ ശക്തി സംഭരണമെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഈ പുസ്തകം പ്രസാധനം ചെയ്തിരിക്കുന്നത്. ഈ പുസ്തകം നേരത്തെ പറഞ്ഞതുപോലെ സാവ് പറഞ്ഞതുപോലെ പല വിഷയങ്ങളെ പറ്റിയുണ്ട്, നമ്മുടെ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായമൊന്നും ആർക്കും യോജിക്കാത്ത അഭിപ്രായമുണ്ട്. ഇതൊന്നും ആരും അങ്ങനെ പബ്ലിഷ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപകടകരമായ ഒരു കഥാരചനാ രീതിയാണ് എൻ്റേത്. വ്യവസ്ഥാപിതമായ രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ് എൻ്റെ കഥാരീതിയും ചിന്താ പദ്ധതികളും എല്ലാം എന്ന് ഇത് അംഗീകരിക്കാൻ വളരെ വിഷമകരമായ ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും വളരെ മഷി ഉണങ്ങാത്ത പേന എന്ന് പറയുന്നത് വിരലാണ് എനിക്കിപ്പോൾ. വിരലിന് പ്രജ്ഞ നഷ്ടപ്പെടുമ്പോൾ എഴുത്ത് മതിയാകും എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം മൊബൈൽ സ്ക്രീനിലൂടെ മാത്രം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എന്തായാലും ഇത്രയും നേരം ഇവിടെ ഇരുന്ന ഓരോരുത്തർക്കും എൻ്റെ പ്രത്യേകം പറഞ്ഞ് ഈ വിലയേറിയ സമയം 4 മണിക്കൂറായി ഈ പറയുന്ന കാര്യങ്ങൾ വളരെ സന്തോഷപൂർവ്വം കേട്ടു. ഇത് ഏതൊരു മഹത്തായ അവാർഡിനേക്കാളും ഉപരിയാണ്, മുകളിലാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് റഷീദും അതുപോലെ പനങ്ങാടിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഏതാണ്ട് 4-5 മണിക്കൂറായി ഈ പരിപാടി തുടങ്ങിയിട്ട്. എല്ലാവരും കൂടെ വന്നിരുന്നു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഒറ്റ വരിയിൽ ഒരു ഔപചാരികമായ നന്ദി രേഖപ്പെടുത്താൻ സുഭാഷിനെ വേണ്ടുന്നു. പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഒരാളെ സ്നേഹത്തോടു കൂടി ഇവിടെ ഓർത്തു. അദ്ദേഹത്തിന്റെ അടയാള വാക്യം രേഖപ്പെടുത്തിയിട്ടാണ് മറുപടി പ്രസംഗം അവസാനിച്ചത്. എൻ്റെ എഴുത്ത് പ്രതിഫലത്തിന്റെ എഴുത്തല്ല, പ്രതിരോധത്തിന്റെ എഴുത്താണ്. പ്രതിഫലത്തിന്റെ എഴുത്തല്ല, പ്രതിരോധത്തിന്റെ എഴുത്താണ് എന്ന് സധൈര്യം പറഞ്ഞ ധീരനായ M. രാജീവ് കുമാറിനെ ഓർക്കാനും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാനും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കും.